അതെ അതെ, ഒറ്റ വാക്കില് പറഞ്ഞാൽ അതെ. നമ്മുടെ സംഘടനയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ TPSG നമ്മോടൊപ്പം ഉണ്ട്. TP ശശികുമാർ സർ, ഇസ്രോയിലെ സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ വിനോദ് കുമാർ കല്ലേത്ത് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഡൽഹിയിൽ നിന്നും. പാഞ്ചജന്യം ഭാരതത്തിന്റെ ആധ്യാത്മിക ഗുരു, പതഞ്ജലി പ്രാണയോഗ എന്നുള്ള ആ ഐഡിയിൽ കയറിയിരിക്കുന്നത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ സാറാണ്. പിന്നെ നമ്മളുടെ MK ശശിയപ്പൻ എന്നുള്ള ഐഡിയിൽ കയറിയിരിക്കുന്നത് സംഘടനയുടെ വൈസ് ചെയർമാനാണ്, നാഷണൽ വൈസ് ചെയർമാനാണ്. ശ്രീമതി ലക്ഷ്മി കാനത്ത്, പാഞ്ചജന്യം ഭാരതം മാതൃഭാരതി എന്ന് പറയുന്ന ഒരു ശക്തമായ സംഘടനയാണ് ഇതിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന. ആ സംഘടനയുടെ ദേശീയ പ്രസിഡന്റാണ്. ശ്രീമതി സതി വിജയൻ എന്ന് പറയുന്ന ഐഡിയിൽ കയറിയിരിക്കുന്നത് നമ്മളുടെ മാതൃഭാരതിയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ ഡൽഹി ഘടകത്തിന്റെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, നമ്മളുടെ ദിവാകരൻ സാർ ഉണ്ട്. നമസ്കാരം. നമസ്കാരം ജി. ദിവാകരൻ സാർ ഉണ്ട് നമ്മുടെ കൂടെ. ഇതിനകത്തുള്ള നല്ലൊരു ആൾക്കാരെ സഞ്ജയ്ജിക്ക് അറിയാം. EMG സാറ് ബാലഗോകുലത്തിന്റെ നമസ്കാരം സഞ്ജയ്ജി, EMG ആണ്. ദിവാരൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെട്ടാരെ. സഞ്ജയ്ജി നമസ്കാരം. ഞാൻ ദിവാകരൻ. മട്ടന്നൂരാന്ന് കണ്ണൂരാന്ന് അറിയാന്നറിയില്ല. ഞാനിപ്പോ ഡൽഹിയിൽ, ഞാൻ ആർമിയിലായിരുന്നു. ആർമിന്ന് റിട്ടയർ ആയിട്ട് ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ഞാൻ നാട്ടില് കണ്ണൂര് പെരിഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താ സ്ഥലം, നിങ്ങൾക്ക് അറിയായിരിക്കും. അതെ അതെ, അവരുമായിട്ടുള്ള ബന്ധമുള്ളവരാണ്. അപ്പോ അങ്ങനെ ഇപ്പം ഡൽഹിയിലാണ് താമസം. പിന്നെ പാഞ്ചജന്യമായിട്ട് കുറച്ചു കാലമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഞാനിപ്പം എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് മൊബൈലിൽ തന്നെ ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. നേരം വൈകുന്നത് കൊണ്ട് ലാപ്ടോപ്പിൽ ജോയിൻ ആകാൻ പറ്റിയില്ല. നമസ്കാരം. നമസ്കാരം. നമ്മുടെ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് അംഗമാണ് അദ്ദേഹം. മാടവിടെ ഒമാനിലാണ്. നരസിംഹൻ ചേട്ടാ അൺമ്യൂട്ട് ചെയ്തിട്ട്. നരസിംഹൻ ചേട്ടൻ അൺമ്യൂട്ട് ചെയ്തിട്ട്. ലക്ഷ്മിജി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ? അതെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്ത്, പാഞ്ചജന്യം ഭാരതം മാതൃഭാരതിയുടെ ദേശീയ അധ്യക്ഷയാണ്. അങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷം. സതി മാഡം. സതി നമസ്കാരം. ഞാന് പാഞ്ചജന്യം ഭാരതം മാതൃഭാരതിയുടെ നാഷണൽ സെക്രട്ടറിയാണ്. ഞാൻ ഡൽഹിയില് രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നരസിംഹൻ ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിയാരെ. നരസിംഹൻ കേൾക്കുന്നില്ലയോ? ഓഡിയോ ഓൺ ആയിട്ടുണ്ട്. നരസിംഹ സാർ പറഞ്ഞാലോ. എന്റെ പേര് ഞാൻ പരിചയപ്പെട്ടെ, പറഞ്ഞോളൂ. എന്റെ പേര് നരസിംഹൻ. ഞാൻ ഡൽഹിയിലാണ്, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ്. ഡൽഹി സ്റ്റേറ്റിന്റെ സെക്രട്ടറിയുടെ ചുമതലയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സമയമായതുകൊണ്ട് പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ബാക്കി പ്രകാരം നമുക്ക് കാര്യങ്ങൾ പരിചയപ്പെടാം. ഇന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശശിപ്രസാദിനെ ചുമതലപ്പെടുത്തും. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പാഞ്ചജന്യം ഭാരതം സമകാലീന കാര്യങ്ങളിലൊക്കെ ചർച്ചകളും അതുപോലെ തന്നെ വ്യക്തതയും ഒക്കെ വരുത്താറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 29-30 തീയതികളിൽ നടത്തിയ പ്രവർത്തക സമ്മേളനം ഒന്നുകൂടി അത് അടിവരയിട്ടുകൊണ്ട് ആ കാര്യങ്ങൾ നടത്താമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സമകാലീന സാഹചര്യങ്ങളിലെ പ്രത്യേകിച്ച് കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പുത്തൻ പ്രവണതകൾ അഭികാമ്യം എന്നുള്ള നിലയിലുള്ള ഒരു ചർച്ച ഇന്നിവിടെ നടക്കുകയാണ്. സമയം ഒട്ടും തന്നെ വൈകാതെ നേരിട്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. പ്രാർത്ഥന ആരംഭിക്കുന്നതിനായി ശ്രീമതി സതി സുനിലിനെ ക്ഷണിച്ചോളൂ.
വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസുര താരാനായകശേഖരാം സ്മിതമുഖീം ആവീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രത്നോൽപലം വിഭൃതിം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേതു പരാമംബികാം ധ്യായേതു പരാമംബികാം ധ്യായേതു പരാമംബികാം. ഔപചാരികമായി ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ദിവാകരൻ നമ്പ്യാരെ ക്ഷണിച്ചുകൊള്ളുന്നു. നാഷണൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്, ഡൽഹിയിൽ നിന്ന് ആണ് അദ്ദേഹം പങ്കെടുത്തത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാഞ്ചജന്യം ഭാരതമായിട്ട് കുറച്ചു കാലമായി ഇപ്പം അസോസിയേറ്റഡ് ആണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മുഖ്യ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ സ്വാഗതം. ആദ്യമായിട്ട് ഓരോ ആൾക്കാരെ എടുത്തു പറയാൻ ആദ്യം തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചു വന്ന സഞ്ജയ്ജിക്ക് എൻ്റെ വകയും പിന്നെ പാഞ്ചജന്യ ഭാരതത്തിന്റെ വകയും സ്വാഗതം. നിങ്ങൾ വളരെ വിലപ്പെട്ട സമയം എടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെയുള്ള മറ്റുള്ള പാർട്ടിസിപ്പൻറ്റ് TPS ഡോക്ടർ TPS, പിന്നെ ശശിയപ്പൻജി, പിന്നെ ലക്ഷ്മിജി, പിന്നെ ശ്യാമളാജി, പിന്നെ വിംഗ് കമാൻഡർ അനിൽ, പിന്നെ നരസിംഹൻജി, പിന്നെ EKG സാർ, പിന്നെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി, നമ്മുടെ സെക്രട്ടറി വിനോദ് ജി, എല്ലാവർക്കും ഈ മീറ്റിംഗിൽ സ്വാഗതമുണ്ട്. പിന്നെ മണിലാൽ ചേട്ടൻ, പിന്നെ മറ്റുള്ള എല്ലാവർക്കും ഇതിൽ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. ഈ പാഞ്ചജന്യ ഭാരതത്തിന്റെ മൂല്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും, അതായത് ഞാൻ വളരെ വിഷമത്തിലേക്ക് ചിലപ്പോൾ മലയാളം പറയുന്നു, ഇംഗ്ലീഷിലാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ കുറെ കാലമായിട്ട് നമ്മൾ മലയാളികളുമായിട്ടും അമിതമായ ഒരു ബന്ധം വളരെ കുറവായിരുന്നു. ഇപ്പൊ 1-2 വർഷമായിട്ടാണ് ഇപ്പം കുറച്ചൊക്കെ ആയിട്ട് നമ്മൾ മലയാളം പറഞ്ഞു തുടങ്ങുന്നത്. എല്ലാം ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം മലയാളം അവിടെ തന്നെയായിരുന്നു. പക്ഷെ 35 വർഷമായിട്ട് മലയാളമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഒരു വേദിയിൽ പറയാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള റിഫൈൻഡ് മലയാളം നമുക്ക് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ പാഞ്ചജന്യ ഭാരതത്തിന്റെ പിന്നെ വിഷൻ ആൻഡ് മിഷൻ വളരെ നല്ലതാണ്, വളരെ ഉത്തമമാണ്. അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ഇങ്ങനത്തെ എലീറ്റ് ഗ്രൂപ്പ് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മുടെ എപ്പോഴും എന്തും ചെയ്തിട്ടും എങ്ങനെയും പിന്നെ മുമ്പോട്ട് എല്ലാ മാനുവൽ ആയിട്ടുള്ളയും പിന്നെ മറ്റുള്ള വിധത്തിലും എല്ലാം കൊണ്ട് പിന്നെ അധ്വാനിക്കുന്നതും പിന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ത്യജിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന വിനോദിനെ പോലെയും മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും വളരെ നന്ദി. ഈ ഒരു സംരംഭം ഇനിയും നന്നായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടി എല്ലാവർക്കും നമസ്കാരം, നന്ദി. അടുത്തത് അധ്യക്ഷ ഭാഷണമാണ്. അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് പാഞ്ചജന്യ ഭാരതത്തിന്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ TP ശശികുമാർ സാറാണ്. ശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, അതുപോലെ തന്നെ അഭിഭാഷകൻ എന്ന് വേണ്ട എല്ലാ രംഗങ്ങളിലും വളരെ പ്രശോഭിച്ചു നിൽക്കുന്ന TPSജിയെ ആദരപൂർവ്വം അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളു. നമസ്കാരം. ഇന്നത്തെ വിഷയം സംസാരിക്കാൻ എത്തിയിട്ടുള്ള എൻ്റെ സഹോദരന് നന്ദിയും നമസ്കാരവും. ഇന്നത്തെ വിഷയം കാലിക പ്രാധാന്യമുള്ള കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പുത്തൻ പ്രവണതകൾ എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ കാതലും കാര്യങ്ങളുമൊക്കെ ഇവിടെ പങ്കെടുക്കുന്ന മിക്കവർക്കും കൃത്യമായിട്ട് അറിയുന്നതാണ്. അത്
വ്യക്തമായിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയണമെന്നില്ല. വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എന്നാലും ഒരു ആമുഖം എന്നുള്ള നിലയിൽ കുറച്ച് വാക്കുകൾ. എനിക്ക് തോന്നുന്നത് മിക്കവാറും പ്രവണതകളും കലയും സാഹിത്യവും മിക്ക രംഗങ്ങളിലും ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നത് ചിലപ്പോൾ മാധ്യമങ്ങളാണെന്ന് തോന്നാറുണ്ട്. വ്യാജ വാർത്തകളും പക്ഷപാതപരമായ റിപ്പോർട്ടിങ്ങുകളും അതിനുവേണ്ടി ആ പ്രാമുഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് കളിച്ചു കൂട്ടുന്ന കുറേ വികൃതികളും അത് കൊടുക്കുന്ന വലിയ പ്രാധാന്യവും തെറ്റായ റിപ്പോർട്ടിങ്ങുകളും ജനങ്ങളിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ ചിലപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ആവർത്തി സെൻസേഷണലിസം ഉണ്ടാക്കാനും ആകർഷകമാക്കാനും വൈകൃതമാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസും നല്ലതും ചീത്തയുമായിട്ട് പോകുന്നുണ്ട്. നമ്മൾ TV ആയാലും മീഡിയയിൽ എവിടെ നോക്കിയാലും കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ഓരോ ന്യൂസുകളും ഓരോ ചാനലും മാറ്റി മാറ്റി നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധിക്കാത്ത, രാവിലെ മുതൽ രാത്രി അവസാനിക്കുന്ന ക്രൈം സീന് വരെയുള്ള ഇവിടെയൊക്കെ നെഗറ്റീവിൻ്റെ ഉറവിടങ്ങളാണ്. നെഗറ്റിവിറ്റി വളരുന്നൊരു സ്ഥലത്ത് കലയും സാഹിത്യവും സംസ്കാരവും ഒന്നും നന്നായിട്ട് തഴച്ചു വളരില്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത ലോകമുണ്ടായിരുന്നില്ല. പക്ഷെ അതിനെയൊക്കെ കലാപരമായും സാഹിത്യപരമായും സാംസ്കാരികപരമായും ഔന്നത്യത്തിൽ നിൽക്കുന്ന വ്യക്തികൾ അതിനെ വ്യത്യസ്തമായി കാണുകയും അതിനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് മനുഷ്യ മനസ്സുകളിൽ കുറച്ച് സാന്ത്വനവും കുറച്ച് സന്തോഷവും കുറച്ച് വൈകാരികമായിട്ട് ജനങ്ങളുമായിട്ട് അടുപ്പം കിട്ടാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ വികലമായി വ്രണിതമായി വ്യക്തിബന്ധങ്ങളിൽ ആശങ്കകൾ ഉണ്ടാക്കാനും അക്രമവും വെറുപ്പും ഒക്കെ നടക്കാനും ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വഴക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന മാധ്യമങ്ങളായാലും സാമൂഹികമായിട്ട് ഏറ്റവും ഉന്നതിയിൽ ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് നമ്മൾ കാണുന്ന സിനിമയായാലും ഒക്കെ വികലമാക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടതും താൽക്കാലികമായിട്ടുള്ള മുറിവിന് ഉള്ള മരുന്നല്ല, എന്താണ് ഭാവിയിൽ നമ്മുടെ മക്കളെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. സഹാനുഭൂതി കാണിച്ചിട്ട് പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാതലും കാര്യങ്ങളും കണ്ടുപിടിച്ച് അതിൽ ഈ അക്രമവും വെറുപ്പും ഒന്നും ഇല്ലാതെ തെറ്റായ സന്ദേശങ്ങളൊന്നും പോകാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഇതിൽ വലിയൊരു പങ്ക് സാമൂഹികമായി സ്പിരിച്വലായിട്ട് ആധ്യാത്മികമായിട്ട് നല്ലപോലെ കഴിവുറ്റ ജനങ്ങളുടെ ഒരു കൂട്ടായ്മക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം സംസ്കാരവും കലയും സാഹിത്യവും ഒക്കെ ആത്മീയതയുടെ തലങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള കുറേ പൗരാണികമായിട്ടുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ. അവയൊക്കെ വെറുപ്പുണ്ടാക്കാനല്ല, അൾട്ടിമേറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി വളർത്താനും സന്തോഷം കണ്ടെത്താനും സമാധാനം നൽകാനുമുള്ള പ്രചാരണത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന പിൻതലമുറയുടെ ഇന്നത്തെ വക്താക്കളാണ് നമ്മൾ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും? നമ്മുടെ വാക്കുകൾക്ക് എങ്ങനെ സുഖം പകരാൻ സാധിക്കും? എങ്ങനെ നന്മ നേടാൻ സാധിക്കും? ദിശാബോധമുള്ള സത്യസന്ധമായ ഒരു അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള ഒരു പ്രചാരണം നമുക്ക് എങ്ങനെ നടത്താൻ സാധിക്കും? സമൂഹത്തിനായി ഇത്തരം സംവാദങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള തോന്നൽ തന്നെ നമ്മുടെ ഒരു കൺസേൺ കൊണ്ടാണ്. ഇതിനുള്ളൊരു ആദിയും വ്യാധിയും ഒക്കെ നമുക്കുള്ളത് കൊണ്ടാണ്. ഇതൊന്നും ഇല്ലാത്തൊരു ജനറേഷനാണ് നമുക്ക് താഴെ ഇരിക്കുന്നവർ. അവർക്ക് മറ്റുള്ളവർ പകർന്നു കൊടുക്കുന്ന തെറ്റായ ധാരണകളെ അതുപോലെ എടുത്തു വളർത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്നതും എല്ലാ റോഡ് റാഷസ് പ്രശ്നങ്ങളായാലും വഴക്കും മടിയും പിളിയും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേന് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ
ഡ്രഗ്സ് ഓരോ ദിവസവും പിടിച്ചെടുക്കുന്നത് കണ്ടാൽ കിലോ കണക്കിന് കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ ഉന്നതയുള്ള ആൾക്കാർ ഇടപെടുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതില്ലാത്തതിന് കാരണം നമ്മുടെ പഠനത്തിൻ്റെയും പഠനം പരീക്ഷകൾക്കും സർട്ടിഫിക്കറ്റിനുമല്ലാതെ വിജ്ഞാനത്തിന് വേണ്ടി അല്ല, ഉണർന്നേകുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള സന്മനസ് പോലും ജനങ്ങൾക്കില്ലാതായിരിക്കുന്നു. അതുണ്ടാക്കിയെടുക്കണം. എങ്ങനെ നമുക്ക് ഇത്തരം ചിന്തകൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പങ്കിടാൻ സാധിക്കും? അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇത്തരം സംഭവങ്ങളാണ് കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ നമുക്കുണ്ടാവേണ്ടത്. അത് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? പലപ്പോഴും ഈ ഭൂമി തീരെ കൊള്ളാത്തതാണ് എന്ന കവിത എഴുതുന്ന ആൾക്കാണ് ഏറ്റവും നല്ല കവിയുടെ മഹിമ കൊടുക്കുക. നമ്മൾ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ലാതെ ആകെ നശിച്ച് നാറാണക്കല്ലായിട്ടുള്ള സ്ഥലമാണെന്ന് എഴുതിയാൽ ഏറ്റവും നല്ല കവിതയായി. ഈ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ എഴുതിയാൽ അതിനെ ആരും വില കൊടുക്കാറില്ല. നല്ല സിനിമകൾ ഇറക്കിയാൽ അതാരും കാണാനില്ല. വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിന് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ പാഞ്ചജന്യം ഭാരതത്തിന് ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടാൻ സാധിക്കും? എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇത്തരം സംഭാഷണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് അത് സംഭാഷണത്തിൽ ഒതുങ്ങാതെ ഓൺ ദ ഗ്രൗണ്ട് നമ്മുടെ ജനങ്ങളുടെ, കുട്ടികളുടെ കീഴിൽ, മാതാക്കന്മാരുടെ കീഴിൽ, കാരണം അമ്മമാരാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഒരു കാതലായിട്ട് സംഗ്രഹിച്ച് മക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നവർ, അവരിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അവർക്ക് എങ്ങനെ ചെറിയ പ്രായം മുതൽ സന്തോഷത്തിന്റെ, ചിരിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? ഇതാവണം നമ്മുടെ ചിന്തകൾ. ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ചർച്ചയും വിഷയാവതരണവും ഡിസ്കഷൻസും ഒക്കെ അതിലേക്കുള്ള വഴികളായിട്ട് മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ TPS ജി. അടുത്തത് എൻ്റെ ഉദ്ഘാടനമാണ്, വിഷയാവതരണവും ഉദ്ഘാടനവും. ആദരണീയനായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ ശ്രീ R. സജ്ജൻ അവറുകളാണ്. നമുക്കറിയാം, പാഞ്ചജന്യം ഭാരതം ഒരു ആധ്യാത്മിക സാംസ്കാരിക കലാ സാംസ്കാരിക പ്രസ്ഥാനം ഡൽഹി ആസ്ഥാനമായി 5 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. ഇതിന്റെ ഭാരവാഹികൾ പലയിടങ്ങളിലും വെച്ച് ശ്രീ സഞ്ജയൻജിയുമായിട്ട് പലപ്പോഴായിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു വേദിയിൽ വരുന്നത് സഞ്ജയൻജി ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്കറിയാം, കാലിക വിഷയങ്ങളിൽ എപ്പോഴും പൊതുസമൂഹത്തിന് പല സംശയങ്ങളും അതുപോലെ തന്നെ ചോദ്യചിഹ്നങ്ങളും ഒക്കെ ഉയർന്നു വരാറുണ്ട്. ഏത് സാഹചര്യങ്ങളിലും ആവക വിഷയങ്ങൾക്കെല്ലാം വളരെ യുക്തിഭദ്രമായ വിശദീകരണവും അതുപോലെ യുക്തിഭദ്രമായ മറുപടിയും ഒക്കെ നൽകുന്നതിൽ അഗ്രഗണ്യനാണ് ശ്രീ സഞ്ജയ്ജി. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരും വളരെ ശ്രദ്ധയോടുകൂടി കാത് കൂർപ്പിച്ച് കേൾക്കുവാൻ ബന്ധപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വിഷയത്തിലും അദ്ദേഹത്തിന്റെ വളരെ യുക്തിഭദ്രമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആദരപൂർവ്വം ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ടു. ഈ ചർച്ചാ സദസ്സിലെ അധ്യക്ഷൻ ആദരണീയ ഡോക്ടർ TP ശശികുമാർ അവர்கள், ഇതിൽ പങ്കാളികളാകുന്ന മറ്റ് ബഹുമാന്യ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പാഞ്ചജന്യം ഭാരതം സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചർച്ചയിൽ എന്നെ കൂടി ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമേ ഇതിന്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കലാസാഹിത്യ രംഗത്തെ നൂതന പ്രവണതകൾ, അതാണ് നമ്മുടെ പ്രധാനമായ ചർച്ചാ വിഷയം. എന്ന് നമുക്കറിയാം, നമ്മുടെ ആശയ ലോകം ഒരുപാട് കലുഷിതമാണ്. കാരണം ഒന്നാമതായി നമുക്ക് ആശയവിനിമയത്തിന് ഒരുപാട് ഉപാധികളുണ്ട് എന്നതാണ്.
അത് നല്ല കാര്യമാണ്. ഒപ്പം തന്നെ അതിൻ്റെ ഉപയോഗം പലപ്പോഴും അപക്വമായ വീക്ഷണം ഉള്ളവരുടെ അടുത്തെത്തുമ്പോൾ അത് നമുക്ക് അനുഗ്രഹം എന്നതിനേക്കാൾ ഒരു വിപത്തായി മാറുന്നതിൽ അതിശയിക്കാനില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിലായിരിക്കണം ഇന്ന് ഇത്തരത്തിലുള്ളൊരു വിഷയം നമ്മൾ സ്വീകരിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ഈ ഒരു കേന്ദ്ര പ്രമേയത്തെയാണ് കൃത്യമായും ഊന്നൽ നൽകിയത്. നമ്മുടെ ഭാരതം, നമ്മൾ ഭാരതീയരാണ്. ഭാരതീയരെന്ന നിലയ്ക്ക് നമുക്ക് ഒരു വ്യക്തിത്വമുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമുക്ക് ആ സാംസ്കാരികമായ നമ്മുടെ വ്യക്തിത്വത്തിലും പാരമ്പര്യത്തിലും നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ഈ അഭിമാനമാണ് നമ്മുടെ സമൂഹത്തെ എല്ലാ കാലത്തും അടിത്തറ ഇളകാത്ത ഒരു മഹത്തായ നിർമ്മിതി പോലെ നിലനിർത്തിയത്. അപ്പൊ നമ്മുടെ സംസ്കാരം, നമ്മുടെ കലകൾ, നമ്മുടെ സാഹിത്യം, അതുപോലെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനങ്ങളിൽ ധർമ്മബോധം വളർത്തുവാൻ വേണ്ടിയുള്ള ഒരുപാട് വ്യവസ്ഥകൾ, ഇതൊക്കെ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, പരിവർത്തനം ലോകത്തില് സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ കലകളുടെ, സാഹിത്യത്തിന്റെ, നമ്മുടെ ഭാഷകളുടെ വൈവിധ്യവും സമ്പന്നതയും ഇന്നും ലോകത്തെ മുഴുവൻ അതിശയിപ്പിക്കുന്ന തരത്തിൽ വ്യാപ്തിയുള്ളതാണ്, ആഴമുള്ളതാണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ നമ്മുടെ കഴിഞ്ഞ ഒരു 1000 വർഷത്തെ നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ ജനജീവിതത്തെ സംരക്ഷിച്ചു നിർത്തിയത് നമ്മുടെ ഈ സംസ്കാരമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ കലകളിലും നമ്മുടെ സംസ്കാരത്തിലും ഒരുപാട് പരിവർത്തനം വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ നമുക്ക് ആദിമ ജനതയുടെ, ഇപ്പോ ഭീംബേഡ്കെ പോലുള്ള വനാന്തരങ്ങളിൽ ആദിമ മനുഷ്യന്റെ ഗുഹാചിത്രങ്ങൾ മുതൽ ഇന്നിപ്പോ നമ്മള് ഏറ്റവും പുതിയതെന്ന് ധരിക്കുന്ന കലാരൂപങ്ങൾ വരെ ഇവിടെ നിലനിന്ന് പോരുകയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നിലനിർത്തി പോരുന്നു. ഒരു കാലഘട്ടത്തിലും പാശ്ചാത്യ അധിനിവേശ കാലത്ത് പോലും നമുക്ക് ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ സാധിച്ചത് നമ്മുടെ പൂർവികർക്ക് നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ കലകളോടുമുള്ള ഒരു പ്രതിജ്ഞാബദ്ധതയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാൽ പശു വിഷാണഹീന. ഒരു സുഭാഷിതത്തിന്റെ ആദ്യ ഭാഗമാണ്. സാഹിത്യം, സംഗീതം ഇവ ഇല്ലാത്ത ഒരാൾ കൊമ്പും വാലുമില്ലാത്ത ഒരു മൃഗത്തിന് തുല്യമാണ് എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. സംഗീതവും സാഹിത്യവും ഒന്നും വശമില്ലാത്ത ആള് മൃഗമാണ് എന്ന അർത്ഥമല്ല അതിന്. അതൊരു അർത്ഥവാദമാണ്, ഒരു ഉപദേശമാണ്, ഒരു പ്രേരണ കൊടുക്കലാണ്.
നമ്മുടെ കലയായാലും സാഹിത്യമായാലും സംസ്കാരത്തിന്റെ ഇതര രൂപങ്ങളായാലും അത് നമ്മുടെ മനുഷ്യത്വത്തിന്റെ അടയാളമാണ്. മനുഷ്യത്വം, നമ്മുടെ മനുഷ്യത്വത്തിന്റെ വികാസത്തെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കലയോടും സാഹിത്യത്തോടും ഒക്കെയുള്ള അഭിരുചി. അത് നമ്മുടെ സൃഷ്ടിശേഷി മാത്രമല്ല, ആസ്വാദന ശേഷിയും ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ പൗരാണികമായ ഗ്രാമീണ കലകളിലേക്കൊക്കെ നമ്മൾ നോക്കൂ, അവിടെ അവരുടെ ആവിഷ്കാരങ്ങളിൽ അവരുടെ പാട്ടുകൾ, നൃത്തം എല്ലാം ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം ഒന്നിച്ചു വരുന്നു. കലാകാരൻ എന്നൊരു പ്രത്യേക വിഭാഗമില്ല. ഒരു കളക്റ്റീവായിട്ടുള്ള, കൂട്ടായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ്. നൃത്തമാകട്ടെ, സംഗീതമാകട്ടെ, നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തി തലത്തിലുള്ള ഉപാസന മാത്രമല്ല, സാമൂഹികമായ ഉപാസന എന്ന നിലയ്ക്കും നമ്മുടെ നാട്ടിൽ കല നിൽക്കുന്നു. കലയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തകൾ, ഒരുപാട് സങ്കല്പങ്ങൾ ഉയർത്തിയെടുത്തിട്ടുണ്ട്. അപ്പൊ കലയെക്കുറിച്ച് നമ്മുടെ സങ്കല്പം എന്നത് വളരെ ചിന്തകന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഇപ്പോ അനന്തകുമാരസ്വാമിയെ പോലുള്ളവരും, മഹർഷി അരവിന്ദനെ പോലുള്ളത്, സ്വാമി വിവേകാനന്ദനെ പോലുള്ളവര്, ഇങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ കലകളെ പഠിക്കുകയും അതിന്റെ പ്രവണതകളെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, സത്യം, ശിവം, സുന്ദരം എന്ന് ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സത്യം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈശ്വരനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തില് സച്ചിദാനന്ദം എന്ന് പറയും. സത്ത്, ചിത്ത്, ആനന്ദം. സത്യം, സത്യം, പ്രപഞ്ചത്തിന്റെ സത്യം, നമ്മളുടെ സത്യം, ലോകത്തിന്റെ സത്യം. ഈ സത്യത്തെ അന്വേഷിക്കുന്നതിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തില് ആനന്ദത്തിന്റെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുന്നത്. ആനന്ദം എന്ന് പറയുന്നത് ബാഹ്യവസ്തുക്കളിൽ മാത്രമല്ല. ബാഹ്യവസ്തുക്കളിൽ ആനന്ദം എന്നത് നമ്മുടെ താൽക്കാലികമായ ഒരു ഭ്രമമാണ്. ആത്യന്തികമായ ആനന്ദം അത് സൂക്ഷ്മതരമാണ്, അത് നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളൊരു സങ്കല്പം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സർവമണ്ഡലങ്ങളിലും നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ഒരു ജീവിത ശൈലിയുണ്ട്. അത് വൈവിധ്യത്തിൽ ഏകത്വം എന്നതാണ്. വൈവിധ്യത്തെ എല്ലാം നമ്മൾ നിലനിർത്തിയാണ്. അത് കലയുടെ നോക്കുക, സാഹിത്യത്തിൽ നോക്കുക, ഇപ്പൊ നമ്മുടെ നൃത്തരൂപങ്ങള് എല്ലാം നോക്കിയാൽ അതിലൊക്കെ ഒരുപക്ഷെ അതിന്റെ പ്രമേയം ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കടക്കുമ്പോ അതിന്റെ ആവിഷ്കാരം വളരെ വ്യത്യസ്തമാകും. ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാവന, അവരുടെ പ്രതിഭ, ഇതെല്ലാം അവരുടെ ആവിഷ്കാരങ്ങളില് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ കലയുടെ തന്നെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പ്രകൃതിയെ അനുകരിക്കുക എന്നതല്ല. പ്രകൃതിയിൽ കാണുന്നതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് ആവിഷ്കരിക്കുക എന്നത് അല്ല ഭാരതീയ കലയുടെ ഒരു പ്രവണത. അത് പാശ്ചാത്യമായ സാഹിത്യം, അതിലാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം. റിയലിസം എന്ന് പറയും. പക്ഷെ നമ്മുടേതെന്താണ്? നമ്മള് ഈ പ്രത്യക്ഷത്തെ നമ്മൾ ശാശ്വതമായി കാണുന്നില്ല. ഈ വൈവിധ്യത്തെ നമ്മൾ ശാശ്വതമായി കാണുന്നില്ല. ഈ വൈവിധ്യം ശാശ്വതമല്ല. ഈ പ്രത്യക്ഷം ശാശ്വതമല്ല. അതൊരു പ്രതിഭാസമാണ്, പ്രാതിഭാസികമായ ഒരു സത്യമാണ്. സത്യം അതിനപ്പുറത്താണ്. സത്യം എന്ന് പറയുന്നത് വൈവിധ്യമല്ല, സത്യം ഏകമാണ് എന്നുള്ള ആ ഒരു അന്വേഷിച്ച് നമ്മുടെ
ഋഷിമാരും നമ്മുടെ സത്യാന്വേഷണികളും കലാകാരന്മാരും ഒക്കെ ഇപ്പൊ കവിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ ക്രാന്തദർശി, കവി ക്രാന്തദർശിയാണ് എന്ന് പറയാറുണ്ട്. കടന്നു കാണുന്ന ആള്. കലയുടെ വ്യാപാരം എന്നത് ബൗദ്ധിക വ്യാപാരമല്ല. അതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. കലയുടെ വ്യാപാരം ബൗദ്ധിക വ്യാപാരമല്ല. ബൗദ്ധികമായി നമ്മൾ ചിന്തിച്ച് നമ്മുടെ പ്രത്യേകമായ പ്രയോജനങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട്, നമ്മുടെ സ്വാർത്ഥതയെ മനസ്സിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെയൊക്കെ തട്ടിക്കൂട്ടി അവതരിപ്പിക്കുന്നതല്ല കല. കലയുടെ ഉറവിടം ഭാവനയാണ്. കലയുടെ ഉറവിടം പ്രതിഭയാണ്. കലയുടെ ഉറവിടം അഗാധമായ ഉൾക്കാഴ്ചയാണ്. അത് ദർശനമാണ്. ദർശിക്കാണ് കലാകാരൻ. കലാകാരൻ ഇങ്ങനെ യുക്തിസഹമായി ചിന്തിച്ച് ഒരു സാധനം സൃഷ്ടിക്കുകയല്ല. യുക്തിഗതമായ ചിന്തയ്ക്ക് അതിൻ്റെതായ വഴിയുണ്ട്. ഇപ്പൊ നമ്മുടെ ഫിലോസഫിയൊക്കെ ആ വഴിക്കാണ് ചിന്തിക്കുന്നത്. ചിന്തയാണ് അവിടെ, ചിന്തയ്ക്കാണ് പ്രാധാന്യം. പക്ഷെ കല എന്ന് പറയുമ്പോ അതിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഉൾക്കാഴ്ചയുടെ, ഒരു ആന്തരിക ദർശനത്തിന്റെ, അഗാധമായ ഭാവനയുടെ ആവിഷ്കാരമാണ് കല. അപ്പൊ ആ കലയുടെ ആ ദർശനത്തിലേക്ക്, ആ വീക്ഷണത്തിലേക്ക് കലാകാരൻ പോകുന്നത് അയാളുടെ ധ്യാനാവസ്ഥയിലാണ്. ധ്യാനം കലയുടെ, കലാകാരന്റെ വലിയൊരു ഉപാധിയാണ് സാഹിത്യം. ഈ ധ്യാനം, തപസ് എന്നതൊക്കെ പറയുന്നു. നമ്മൾ പറയാറുണ്ട് കലാസാധകനുണ്ട്, കലാ ആസ്വാദകനുണ്ട്. ഇത് രണ്ടിനും നമുക്ക് സാധന ആവശ്യമുണ്ട്. ഇപ്പോ നമ്മുടെ കലാകാരന്മാരും കലാലോകവും എല്ലാം ഇങ്ങനെ അഗാധമായ ചില ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ആണോ എന്ന് ചോദിച്ചാൽ സബോധമായി ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ കലാപാരമ്പര്യത്തെ, അത് സംഗീതമാകട്ടെ, ചിത്രകലയാകട്ടെ, ശില്പകലയാകട്ടെ, അതുപോലെ നാട്യകലകളാകട്ടെ, അഭിനയപ്രധാനമായ മറ്റ് കലാരൂപങ്ങളാകട്ടെ, എവിടെയും നമുക്ക് ഈ സാധനയുടെ, ഒരു ഗുരു പരമ്പരയുടെയും സാധനയുടെയും ഒക്കെ ഒരു പാരമ്പര്യം ഇപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട് പല മണ്ഡലങ്ങളിലും എന്ന് നമുക്കറിയാം. അപ്പൊ ഒരു കലാകാരന്റെ സാഫല്യം എന്ന് പറയുന്നത് അയാളുടെ സാധനയാണ് അതിന്റെ പിന്തുണ, സാധനയാണ് അതിന്റെ കാരണം. അപ്പോ കാര്യം എന്താണ്? ഈ സാധനയുടെ കാര്യം എന്താണ്? സത്യാന്വേഷണം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സത്യം മാത്രമാണ് ലോകത്തിൽ ശുഭകരമായിട്ടുള്ളത്, മംഗളകരമായിട്ടുള്ളത്. അതാണ് ശിവം എന്ന വാക്ക്. സത്യമാണ് ശിവമായിട്ടുള്ളത്. അത് തന്നെയാണ് സുന്ദരമായിട്ടുള്ളത്. സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം സത്യമാണ് എന്ന് നമുക്കറിയാം. ശിവം, മംഗളകരമായിട്ടുള്ള അവസ്ഥയുടെയും അടിസ്ഥാനം സത്യമാണ്. സത്യം എന്നാൽ നമുക്കറിയാം, നമുക്ക് ആത്യന്തിക സത്യത്തെ കുറിച്ചുള്ള നമുക്കൊരു സങ്കല്പമുണ്ട്. നമ്മുടെ വേദാന്തമൊക്കെ ഉദ്ഘോഷിക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം 1000 ആണ്ടുകളുടെ ഒരു ജനതയുടെ ജീവിതത്തിലൂടെ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവരറിയാതെ ആ വീക്ഷണങ്ങൾ, ദർശനങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അത് സബോധമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ നമ്മുടെ ആ പാരമ്പര്യ കലകളിലും നമ്മുടെ കലാകാരന്മാരിലും അവരുടെ സാധനാ പദ്ധതികളിലും അവരുടെ ആവിഷ്കാര വേദികളിലും അവരുടെ പ്രാർത്ഥനകളിലും എല്ലാം
ഈ പറയുന്ന ഒരു ആധ്യാത്മികമായ ഒരു സാധനയുടെ ഒരു അപരാവിദ്യയിൽ നിന്ന് പരാവിദ്യയിലേക്കുള്ള നമ്മുടെ ബാഹ്യമായ അറിവുകൾ, ബാഹ്യമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ഗ്രന്ഥപരിചയം, ഇതെല്ലാത്തിനെയും ചേർത്താണ് നമ്മൾ പരാവിദ്യ എന്ന് പറയുന്നത്. ഈ പരാവിദ്യയിൽ നിന്ന് അപരാവിദ്യ എന്ന് പറയും. ഈ അപരാവിദ്യയിൽ നിന്ന് പരാവിദ്യയിലേക്ക്, പരാവിദ്യ എന്ന് പറയുന്നത് അത് നമ്മുടെ അനുഭൂതിയുടെ തലമാണ്. അനുഭൂതി, ആന്തരികമായ സാക്ഷാത്കാരത്തിന്റെ ഒരു തലമാണ്. അത് ധ്യാനത്തിന്റെ അതിനപ്പുറത്തേക്കുള്ള മനസ്സിന്റെ, നമ്മൾ പറയാറുണ്ടോ, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 തരം കോശങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അത്രയും കോശങ്ങൾ, ഉറകൾ പൊതിഞ്ഞതാണ് നമ്മുടെ ശരീരം. സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മാൽ സൂക്ഷ്മം, അതുപോലെ കാരണം എന്ന നിലയ്ക്ക് നമ്മുടെ ഉറകളിലാണ് നമ്മളുടെ സൂക്ഷ്മമായ വ്യക്തിത്വം, നമ്മുടെ യഥാർത്ഥമായ സത്ത നിലനിൽക്കുന്നത് എന്ന് പറയും. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സാധനാ പദ്ധതി, ഈ സാധനാ പദ്ധതിയുടെ ഒരു അടിത്തറയാണ് നമ്മുടെ ധർമ്മബോധം എന്നത്, നമ്മുടെ മൂല്യബോധം എന്നത്, നമ്മുടെ കർത്തവ്യബോധം എന്നത്. ഇപ്പോ ചാക്യാരൊക്കെ കൂത്ത് പറയുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളൊക്കെ പറയുമ്പോ ഇത് പുരുഷാർത്ഥ സിദ്ധിക്കാനായിട്ടാണെന്ന് പറയും. പുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മത്തെയാണ് നമ്മൾ പ്രഥമ പുരുഷാർത്ഥമായിട്ട് പറയുന്നത്. നമ്മൾ പരമപുരുഷാർത്ഥമായിട്ട് മോക്ഷത്തെയും പറയും. അപ്പൊ നമുക്ക് നമ്മുടെ ഏത് ജീവിത മണ്ഡലത്തിലും, നമ്മുടെ ഭൗതികമായ ജീവിത മണ്ഡലത്തിലായാലും, നമ്മുടെ വിദ്യയുടെ മണ്ഡലത്തിലായാലും, കലയുടെ മണ്ഡലത്തിലായാലും, നമ്മുടെ കൃഷിയുടെ മണ്ഡലത്തിലായാലും, എല്ലാത്തിലും ജീവിതത്തിന് ഇങ്ങനൊരു ആധ്യാത്മികമായ ദിശ നമുക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ ശക്തമായി, വളരെ പ്രകടമായി നമ്മുടെ കലാപാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും ശ്രേഷ്ഠം എന്ന് കരുതപ്പെടുന്ന ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ദേശീയമായ കലാരൂപങ്ങളിൽ, നമ്മുടെ ഗോത്ര കലാകാരന്മാരുടെ തന്നെ കലകളെ, അവര് തലമുറകളായി മുന്നോട്ട് വരുന്ന കലകളെ കാണുമ്പോ നമുക്ക് ഈ നമുക്കൊരു ആധ്യാത്മികമായ ദിശ, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ദിശ നമ്മുടെ കലാ മൂല്യങ്ങൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, നമുക്ക് കല എന്നത്, കല സാധാരണ അർത്ഥത്തിൽ നമുക്ക് വിനോദ ഉപാധിയാണ്. കലയും സാഹിത്യവും ഒക്കെ വിനോദ ഉപാധിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതും വിനോദമല്ല. നമ്മൾ പറയും കലാവിദ്യ, സാഹിത്യവിദ്യ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളുണ്ട് നമുക്ക്. അപ്പൊ കലയും ഒരു വിദ്യയാണ്. വിദ്യ എന്ന് പറയുമ്പോൾ അതിന് അറിവ് എന്നർത്ഥമുണ്ട്, അറിവ് ആർജിക്കൽ എന്നൊരർത്ഥമുണ്ട്. അപ്പൊ കലയെ നമ്മൾ വിദ്യയായിട്ടാണ് കണ്ടത്, സാഹിത്യത്തെ വിദ്യയായിട്ടാണ് കണ്ടത്. നമ്മുടെ സംസ്കാരത്തിന്റെ മുഴുവൻ ഊന്നൽ നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ സംസ്കരിക്കുക എന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിനെയാണ് നമുക്ക് അറിയാം. മനസ്സിന്റെ, നമ്മുടെ വൈകാരികതയെ, നമ്മുടെ മനസ്സിനെയാണ് കലകള് മൊത്തത്തില് സ്വാധീനിക്കുന്നത്. വൈകാരികമായ ഒരു തരത്തിലാണ് നമ്മൾ കലയും സാഹിത്യവും ഒക്കെ നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ അവിടെ ഒരു റിഫൈൻമെന്റ്, ഒരു മൂല്യപരമായ ശിക്ഷണം. അപ്പൊ കല വെറും വിനോദമല്ല. കല നമ്മളെ സംസ്കരിക്കുന്ന, നമ്മളുടെ അവബോധത്തെ കൂടുതൽ നവീകരിക്കുന്ന, കൂടുതൽ വിശുദ്ധമാക്കുന്ന, മനസ്സിനെ വിശുദ്ധമാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിലുള്ള അശുഭമായ കാര്യങ്ങളെ
സാറ് അധ്യക്ഷ പ്രസംഗം പോസിറ്റിവിറ്റി എന്ന് പറയും. നെഗറ്റിവിറ്റികളെയൊക്കെ മാറ്റി പോസിറ്റിവിറ്റി, അതാണ് ശിവം എന്ന വാക്ക്. ശിവം എന്ന വാക്ക് ആണ് ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, മനുഷ്യനെല്ലാം ആഗ്രഹിക്കുന്നത് ആനന്ദമാണ്, ഒരു ശിവമായ അവസ്ഥയാണ്. അത് പരമശാന്തിയുടെ അവസ്ഥയാണ്, അത് ആനന്ദത്തിന്റെ പരമമായ ഒരു അവസ്ഥയാണ്. ഇതെല്ലാം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സച്ചിദാനന്ദം എന്ന ഒരു സമസ്ത പദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ കൊണ്ടുപോവുക, സമൂഹത്തെ മൊത്തത്തിലേക്ക് അങ്ങ് നയിക്കുക എന്നുള്ള ഒരു വലിയ ധർമ്മം കൂടി നമ്മുടെ കലകൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കലകളിൽ കഴിഞ്ഞ 1000 വർഷത്തിലധികമായി ഒരുപാട് കലർപ്പുകളുണ്ട്. സ്വാഭാവികമാണ്. ലോകത്തിൽ നിലനിൽക്കുന്നതിലെല്ലാം ഈ കൊണ്ടും കൊടുത്തുമാണ് നമ്മുടെ ലോകത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോ അലക്സാണ്ടറുടെ 4-ാം നൂറ്റാണ്ടിൽ ഒക്കെ, അലക്സാണ്ടറുടെ ആക്രമണ കാലം മുതൽ നമ്മുടെ കലകളിൽ, പ്രത്യേകിച്ചും നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് രൂപപ്പെട്ട ഇന്നത്തെ ആഫ്ഗാൻ പ്രദേശം ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്ത് നമ്മുടെ പഴയ ഗാന്ധാരം, അപ്പോ ഗാന്ധാരവുമായി ബന്ധപ്പെട്ട പഴയ കലകളിലേക്ക് ഒരു ഗ്രീസിന്റെ സ്വാധീനം ഉണ്ട് എന്ന് കലാവിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നീട് നമുക്കറിയാം, മധ്യകാലത്ത് 12-13 നൂറ്റാണ്ട് മുതൽ ഇസ്ലാമിന്റെ ആക്രമണം നമ്മുടെ ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട്. മധ്യേഷ്യയിൽ നിന്ന്, പേർഷ്യയുടെയും ഒക്കെ ഒരുപാട് സ്വാധീനത നമ്മുടെ കലകളിൽ, ഇൻഡോ പേർഷ്യൻ കലകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നീട് 19-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ സ്വാധീനം പ്രബലമായി നമ്മുടെ കലയിലേക്ക് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ മുഖ്യമായി ഭരിക്കുന്നത് നമുക്കറിയാം, സബോധമായി നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ പാശ്ചാത്യമായ വീക്ഷണങ്ങളാണ്. ആ പാശ്ചാത്യ വീക്ഷണങ്ങൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ കലകൾ, നമ്മുടെ പരമ്പരാഗത കലകൾ, പരമ്പരാഗതമായ സംഗീതം, പരമ്പരാഗതമായ നമ്മുടെ നൃത്തം, ഇത് എല്ലാം ഇന്നും തലമുറകളായി നിലനിന്ന് പോരുന്നുണ്ട്, സംരക്ഷിച്ചു പോരുന്നുണ്ട്. നമ്മൾ ഈ നിമിഷത്തിലും നമ്മളാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കലയുടെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെ പിന്തുടരുന്നവർ, ഉൾക്കൊള്ളുന്നവർ. ഇപ്പൊ നമുക്കറിയാം, കല, സംസ്കാരം, ഇത് എല്ലാം ഇന്ന് മനുഷ്യന്റെ വലിയൊരു സമ്പത്തായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ വേരുകൾ, നമ്മുടെ സമൂഹത്തിന്റെ വേര്, വ്യക്തി എന്ന നിലയ്ക്കും സമൂഹം എന്ന നിലയ്ക്കും ഭാരതീയന്റെ വേര് അഗാധമാണ് ഇന്ന്. അത് ലോകത്തെ മുഴുവൻ അതിശയിപ്പിക്കുന്നതാണ്. അപ്പൊ അത് നമ്മുടെ വലിയൊരു സമ്പത്താണ്. പക്ഷേ നമുക്കെന്താ കാണാൻ സാധിക്കുന്നത്? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രവണതകളാണല്ലോ. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നു, ഞാൻ നിർത്താം. അപ്പോ ആഗോളവൽക്കരണം എന്നൊരു പ്രവണത നമുക്ക് 90-കൾ മുതൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുക. ആഗോളവൽക്കരണത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഈ രാജ്യാന്തരമായ ആളുകളുടെ യാത്രകളാണ്. നമ്മൾ രാജ്യാന്തരമായിട്ടാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ട്, ദേശാന്തരമായി യാത്ര ചെയ്യുന്നത് പണ്ടുമുണ്ട്. പക്ഷെ ഇന്ന് വളരെ വിപുലമായി, നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത, ഭാവനയിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ട്രാൻസ് നാഷണൽ മൈഗ്രേഷൻസ് ഇന്ന് സംഭവിക്കുന്നുണ്ട്. അത് മനുഷ്യന് മാത്രമല്ല, വിഭവങ്ങളും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിനോട് ചേർന്നാണ് നമുക്ക് ഈ ആശയവിനിമയ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു സമഗ്രമായ വിപ്ലവം. നമ്മുടെ 30 വർഷം 35 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷത്തിന് മുമ്പുള്ള ലോകമൊന്നും അല്ല ഇപ്പോഴുള്ളത്. സാമൂഹ്യ ബന്ധങ്ങളിൽ മാറ്റം വരുന്നു. ജീവിതത്തിന്റെ സർവമണ്ഡലങ്ങളിലും ഉള്ള നമ്മുടെ ജീവിത രീതികളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇതെല്ലാം സംഭവിക്കുന്നത്, അതെല്ലാം അങ്ങ് സംഭവിക്കുകയാണ്. പക്ഷെ ഇത് സംഭവിക്കുമ്പോഴും നമുക്ക് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യങ്ങളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മാറ്റങ്ങളെ മനസ്സിലാക്കുവാനും
മാറ്റങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും സാധിക്കും. നമ്മുടെ സർഗാത്മകതയെ, നമ്മുടെ വിമർശനാത്മകമായ ചിന്തയെ ഒക്കെ സഹായിക്കുന്ന ഒരു മാനദണ്ഡമാണ്, ഒരു അളവുകോലാണ് നമ്മളുടെ ഈ സംസ്കാരവും പാരമ്പര്യവും, അത് നമുക്ക് നൽകുന്ന മൂല്യങ്ങൾ. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് സർഗാത്മകമായ ആശയങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് വളരെ പ്രധാനമാണ് നമ്മുടെ കലയും സാഹിത്യത്തെയും ഒക്കെ. ഇപ്പൊ നമ്മള് കാണുന്ന ഒരു മുഖ്യമായ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്ന് നമ്മുടെ സർവമണ്ഡലങ്ങളിലും സംഭവിക്കുന്നത് വലിയ കച്ചവടവൽക്കരണമാണ്. കലയായാലും സാഹിത്യമായാലും സംഗീതമായാലും നൃത്തമായാലും ഇതിനപ്പുറത്തേക്ക് നമ്മുടെ എല്ലാ രംഗങ്ങളും അമിതമായ എന്തിന് ആത്മീയതയുടെ രംഗം പോലും അമിതമായ കച്ചവടവൽക്കരണത്തിന് ഭാഗമാണ്. ഇപ്പൊ നമ്മുടെ കല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കല വലിയൊരു സമ്പത്താണ്. അത് നമ്മുടെ എക്കോണമിയുടെ ഭാഗമാണ്. കലയെ, നമ്മുടെ എക്കോണമിയെ വികസിപ്പിക്കാനുള്ള, സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ സാമ്പത്തിക ശേഷിയെ വികസിപ്പിക്കാനുള്ള ഒരു ഉപാധിയാക്കി ഉപയോഗപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് ചില എത്തിക്സ് നമ്മൾ പിൻവലിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ അമിതമായ കച്ചവടവൽക്കരണം എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളെയും പിന്തുടരാതെ വളരെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് നമ്മുടെ ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തുന്നു എന്ന കാര്യം. ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, മുഴുവൻ ഭാരതത്തിൽ നോക്കുമ്പോൾ, ഇവിടെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് നമ്മുടെ അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ജനാധിപത്യത്തിൽ കക്ഷി രാഷ്ട്രീയം വല്ലാതെ പോവുകയും അത് സ്വാർത്ഥപരമായ, തനിക്കാണ് അധികാരം കിട്ടുന്നത്, മറ്റാർക്കും അധികാരം പാടില്ല എന്നുള്ള, അഥവാ അധികാരം നമ്മളുടെ കുത്തകയായിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർ, അങ്ങനെ വച്ചിട്ടുള്ളവർ, അവർക്ക് ഒരുപാട് നിരാശയുണ്ട്. അപ്പോൾ ഏത് വഴി ഉപയോഗിച്ചും ഏത് മാർഗം ഉപയോഗിച്ചും ലക്ഷ്യം നേടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മാർഗവും ലക്ഷ്യവും ഒരുപോലെ ശുദ്ധമായിരിക്കണം എന്നതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ആകേണ്ടത് ഈ പറയുന്ന നമ്മുടെ ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള പൊരുത്തമാണ്. അതത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള ആ വാസനകൾ നമ്മളെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എളുപ്പം, ഏതു വഴിക്കും നമുക്ക് ലക്ഷ്യം നേടണം എന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ പ്രവണതയെ നിയന്ത്രിക്കുക, അവിടെയാണ് സംസ്കാരം തുടങ്ങുന്നത്. അപ്പൊ ആ സംസ്കാരത്തെ, ആ നിയന്ത്രണത്തിലൂടെയാണ് റിസ്ട്രെയിൻസ്, നമ്മുടെ മെന്റൽ റീസ്ട്രെയിൻസ്, അവിടെയാണ് സംസ്കാരം ആരംഭിക്കുന്നത്. മറിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിശപ്പനുസരിച്ച് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത് അല്ല. അത് പറയുന്ന ആന്റി കൾച്ചറാണ്, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള വൈകൃതങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വരുന്ന ഈ അമിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ, അമിതമായ രാഷ്ട്രീയവൽക്കരണം, അമിതമായ കച്ചവടവൽക്കരണം, ഇത് രണ്ടും നമ്മുടെ സമകാലികമായിട്ടുള്ള രംഗത്തെ ഭീഷണിയാണ്. ഈ സമീപകാലത്ത് ഒരു സിനിമയെ സംബന്ധിച്ച് വിൽപ്പനയ്ക്ക് ചില പ്രത്യേക വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കുറെ മസാലകളൊക്കെ ചേർത്ത് വലിയ പ്രചരണങ്ങൾ കൊടുത്ത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് സെൻസേഷണലൈസ് ചെയ്ത് വലിയ മാർക്കറ്റ് കണ്ടെത്തുക എന്നിട്ടുള്ള വളരെ വികലമായ, അല്ലെങ്കിൽ വളരെ സങ്കുചിതമായ ചില താല്പര്യങ്ങൾ
കലയുടെ രംഗത്ത് ആധിപത്യം ചെലുത്തുന്ന ഒരു കാലത്ത് നമുക്ക് തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് വകയുണ്ട്. വെറുപ്പും വിദ്വേഷവും വളർത്തലല്ല. അധ്യക്ഷൻ അത് പറഞ്ഞു. വെറുപ്പും വിദ്വേഷവും വളർത്തലല്ല കലയുടെ ലക്ഷ്യം സത്യം, ശിവം, സുന്ദരം എന്നുള്ള ശാന്തി ഇവിടെ ഒരു ലോകമാണ്. ആ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു കാലമാണ്. കാരണം നമുക്കിന്ന് ഒരുപാട് ആശങ്കകളുണ്ട്. ഇന്നിപ്പോൾ ആൻസൈറ്റി സമൂഹത്തെ പല കാര്യങ്ങളിലും നമുക്ക് ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആശങ്കകൾക്ക് ഉത്തരം കിട്ടാത്തവർ പലപ്പോഴും എവിടേക്ക് പോകുന്നു? അവര് ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇന്ന് ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇന്ന് സമൂഹത്തിന്റെ ശരാശരി മാനസികാരോഗ്യം വളരെ ദുർബലപ്പെട്ടിട്ടുണ്ട്. ഈ രംഗത്തൊക്കെ ഈ ഉത്തമ കലകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നതാണ് വസ്തുത. പക്ഷെ നമുക്കിന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മളിലുള്ള ഈ ഒരു കാർണൽ ആയിട്ടുള്ള നമ്മുടെ വളരെ പ്രാകൃതമായ നമ്മുടെ വികാരങ്ങളെ, അസൂയ, അക്രമം, അതുപോലെ അത്യാർത്തി, മത്സരം, സംഘർഷം, ഇതിലേക്കൊക്കെ അതൊക്കെ നമ്മുടെ പ്രാകൃതമായ ചോദനകളാണ്. അതൊക്കെ ഉണ്ട് നമ്മളിൽ. പക്ഷെ അതിനെയൊക്കെ വിളിച്ചുണർത്തി അതിനെയൊക്കെ തുറന്നു വിടുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണെന്ന് ഈ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ പണശക്തികൾ നമ്മുടെ കേരളത്തിൽ ഒക്കെ ഇന്ന് സിനിമയുടെ ഒക്കെ കുത്തക ചില പ്രത്യേക വിഭാഗങ്ങളിലാണ്. അവരുടെ ധനശേഷിയുടെ അടിസ്ഥാനത്തിൽ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ തനിക്ക് ഒരിടം കിട്ടണം, തനിക്ക് ഫ്ലറിഷ് ചെയ്യണം, തനിക്ക് വലിയ ആളാവണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത്തരം ശക്തികളുടെ ആശ്രിതന്മാരായിട്ട് അവര് പറയുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു പണിയിലാണ് പലരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. പക്ഷെ നമുക്കിതിനൊക്കെ എന്താണ് പരിഹാരം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതാണല്ലോ വലിയൊരു വിഷയം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളിൽ 6 സ്വാതന്ത്ര്യങ്ങളെ ഉറക്കുന്ന റൈറ്റ് ടു ഫ്രീഡം എന്നത് അതിലൊന്നാണ്. അത് ഒന്നാമത് വരുന്നതാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു സ്വാതന്ത്ര്യവും ഒരു സംസ്കൃതമായ ഒരു സമൂഹവും അബ്സല്യൂട്ട് സ്വാതന്ത്ര്യം ആർക്കും അനുവദിച്ചു കൊടുക്കില്ല. കാരണം സമൂഹം ചില പരിധികളുണ്ട്, എല്ലാത്തിനും ഒരു പരിധികളുണ്ട്, ചില മര്യാദകളുണ്ട്. മര്യാദകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വളരാനും വികസിക്കാനും ഉള്ള സ്വാതന്ത്ര്യങ്ങൾ അത് നമ്മുടെ ഭരണഘടന തന്നെ നിയമപരമായി ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ ദുർവിനിയോഗം ചെയ്യാം എന്നല്ല. ദുർവിനിയോഗം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഈ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും പറയുമ്പോൾ തന്നെ ഭരണഘടനയിൽ തന്നെ വളരെ കൃത്യമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും ഭരണകൂടത്തിന്, സ്റ്റേറ്റിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അതുപോലെ അതിന്റെ അഖണ്ഡതയെയും ബാധിക്കുന്ന തരത്തിൽ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല ഇന്ത്യൻ ഭാരത രാജ്യത്ത്. അതുപോലെ പബ്ലിക് ഓർഡർ, അതുപോലെ ഡീസൻസി, മൊറാലിറ്റി, അതുപോലെ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മാനനഷ്ടം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളെ സംബന്ധിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ന്യായമായ നിയന്ത്രണം, റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ നമ്മുടെ
ഭരണകൂടത്തിന്, സ്റ്റേറ്റിന് അധികാരമുണ്ട്, നമ്മുടെ രാജ്യത്തിന് അധികാരമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിവേകപൂർവം ഉപയോഗിക്കുവാൻ എല്ലാ പൗരന്മാർക്കും കർത്തവ്യമുണ്ട്. അത് മാധ്യമ പ്രവർത്തകരായാലും ഭരണാധികാരികളായാലും അതുപോലെ കലാകാരന്മാരായാലും എല്ലാവർക്കും ഈ അധികാരത്തെ വിവേകപൂർവം ഉപയോഗിക്കണം. സ്വാതന്ത്ര്യത്തെ, അബ്സല്യൂട്ട് സ്വാതന്ത്ര്യം, തന്നിഷ്ടമായി നമുക്ക് പ്രവർത്തിക്കാനൊരു സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല. അത് ഒരു പരിഷ്കൃത സമൂഹവും അത്തരത്തിലൊരു സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് അനുവദിച്ചാൽ സാധിക്കില്ല. കാരണം അത് നമ്മുടെ കളക്റ്റീവായിട്ടുള്ള ലൈഫിന്, നമ്മുടെ സമഷ്ടി ജീവിതത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. അത് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അമിതമായ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാരണം ഞങ്ങൾക്കെല്ലാം അബ്സല്യൂട്ടായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഗഹനമായി അവർ മനസ്സിലാക്കിയോ പഠിക്കുന്നോ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നു പോരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുമാകാം ഒരവസ്ഥ. എന്തായാലും നമ്മളുടെ ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്താണ്, എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോവുക? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ കലയെയും നമ്മുടെ സാഹിത്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും അതിൻ്റെ ശരിയായ വീക്ഷണങ്ങൾ, ഫണ്ടമെന്റൽ, നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തെ ഒരു യൂറോപ്യൻ വിമർശിച്ചപ്പോൾ അതിനൊരു ഉത്തരമായി മഹർഷി അരവിന്ദൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്നാണ്. അപ്പൊ അദ്ദേഹം അതിനകത്ത് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ കുറിച്ച്, നമ്മുടെ മറ്റ് കലകളെ കുറിച്ച്, ഇതിന്റെ എല്ലാം വളരെ വിശദമായി അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിന് ഒരു മൗലികമായ വീക്ഷണമുണ്ട്, നമുക്കൊരു ലോക വീക്ഷണമുണ്ട്, നമുക്കൊരു ജീവിത വീക്ഷണമുണ്ട്, നമുക്കൊരു ജീവിത ശൈലിയുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ കലയും മറ്റ് സംസ്കാരവും എല്ലാം. അപ്പൊ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ, നമുക്ക് ഈ കലകളെ, നമ്മുടെ പാരമ്പര്യ കലകളെ, നമ്മുടെ പരമ്പരാഗത കലകളെ, നമ്മുടെ നാടൻ കലകളെ എല്ലാത്തിനെയും നമുക്ക് സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമ്മുടെ കലാരംഗത്തെ കലാസാധകന്മാരെ, പ്രത്യേകിച്ചും ആ രംഗത്തെ ഗുരുതുല്യരായിട്ടുള്ള ആളുകളെ, അവരെയൊക്കെ സംരക്ഷിക്കുന്ന പ്രവർത്തനം, അതിനൊക്കെ വ്യവസ്ഥ ഇന്ന് ഉണ്ട്. എങ്കിലും അവിടെ ഒന്നും നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ നേതൃത്വത്തിന്റെ ശ്രദ്ധ പതിയുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും ഇന്ന് ഈ വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഞാൻ പറഞ്ഞു നോക്ക്, നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചോ എന്ന് സാങ്കേതികമായ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് അറിയില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇതിൽ ഭാഗഭാഗാകുന്ന എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്. എന്തായാലും ഇതിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ഞാൻ എന്നെ ശ്രവിച്ചതിന് പ്രത്യേകമായ നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി ശ്രീ സഞ്ജയൻജി. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കേൾക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു അനാലിസിസ്, വീക്ഷണങ്ങൾ വളരെ സുവ്യക്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഞാൻ ചർച്ച നടക്കേണ്ടതുള്ളതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ ചർച്ച തുടങ്ങി വെക്കുന്നതിനായി പാഞ്ചജന്യം ഭാരതത്തിന്റെ സ്പിരിച്വൽ അഡ്വൈസറും അതുപോലെ തന്നെ ആത്മീയ, കലാ, സാംസ്കാരിക, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം അഗ്രഗണ്യമായിട്ടുള്ള പതഞ്ജലി പ്രാണയോഗത്തിന്റെ വിദ്യാപീഠത്തിന്റെ ഡയറക്ടർ കൂടിയായ EMG സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാറേ, ഒരു മിനിറ്റ്. നമ്മള് ആദ്യത്തെ സെക്ഷനിലെ ടൈം 5 മിനിറ്റ് പറഞ്ഞു, അത് 3 മിനിറ്റ് ആക്കി. ഇവിടെ എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും. നമുക്ക് ബാക്കി സമയം നാളെ കൂടെ നമുക്ക് തുടരാമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പം തന്നെ 9 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് നാളെ കൂടെ തുടർന്ന് മറ്റന്നാള് ആശാവർക്കറുടെ പ്രോഗ്രാം എടുക്കും. നമ്മുടെ ഈ സഭയുടെ അധ്യക്ഷനും നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇന്ന് പങ്കെടുത്ത സഞ്ജയ്ജിക്കും
മറ്റെല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും സാദര നമസ്കാരം. ശശികുമാർജിയും സഞ്ജയ്ജിയും കലയുടെ അടിസ്ഥാനമായ സനാതനമായ ലക്ഷ്യത്തെക്കുറിച്ചും അതിൻ്റെ ആവിഷ്കാരം എങ്ങനെ വേണമെന്നും അത് മനുഷ്യജീവിതത്തിൽ എങ്ങനെ അതിനെ സാധകമായി പ്രയോജനപ്പെടുത്താമെന്നും വ്യത്യസ്തമായ ശൈലിയിൽ ഒരേ ലക്ഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കൂടുതൽ ചർച്ചയും അതിൻ്റെ ചർച്ചയുടെ തത്വങ്ങളുടെ സ്വാംശീകരണവും അതിൻ്റെ സമാജത്തിലുള്ള പ്രയോഗവും നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വൈകിയ വേളയിൽ ഇത്രയും ആളുകൾ ഗൗരവമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഭാരതത്തിൽ കല എന്ന് പറയുന്നത് ജീവിതം തുടങ്ങിയ കാലം മുതൽ തന്നെ കലയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ കലയാണ്. പാശ്ചാത്യമായ പല കലയുടെ ഉദ്ദേശങ്ങളെ കുറിച്ചുള്ള പല ചൊല്ലുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആർട്ട് ഈസ് ഫോർ ലൈഫ്. കല ജീവിതത്തിന് വേണ്ടിയാണ്, കല കലയ്ക്ക് വേണ്ടിയാണ്. ആർട്ട് ഈസ് ഫോർ ആർട്സ് സേക്ക്. ഭാരതത്തിൽ ജീവിതം തന്നെ കലയാണ്. ആർട്ട് ഈസ് ലൈഫ്. ജീവിതം തന്നെ കലയാണ്. ജീവിതം എന്ന കലയുടെ നെടുംതൂണുകളാണ് സഞ്ജയ്ജി തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും. പ്രഥമ പുരുഷാർത്ഥമായ ധർമ്മത്തിൽ നിന്ന് തുടങ്ങി അർത്ഥവും കാമവും നേടി മോക്ഷത്തിലേക്കുള്ള ആ പ്രയാണമാണ് ജീവിതം. ജീവിതത്തിന് ഒരു ധർമ്മമുണ്ട്. മനുഷ്യ ജീവിതത്തിന് ഭാരതത്തിൽ ഒരു ധർമ്മമുണ്ട്. അതിനെ നമുക്ക് ജീവിതധർമ്മം എന്ന് പറയാം. ഈ ധർമ്മത്തെ കുറിച്ചുള്ള ചിന്ത മറ്റ് ജീവജാലങ്ങൾക്കില്ല. ഒരുപക്ഷെ മറ്റ് ജീവജാലങ്ങളെക്കാൾ മനുഷ്യനുള്ള വൈശിഷ്ട്യം ധർമ്മബോധം തന്നെയാണ്. ആഹാര, നിദ്ര, ഭയ, മൈഥുനങ്ങൾ സാമാന്യമേത പശുഭിർ നരാണാം. മൃഗങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ തുല്യങ്ങളാണ്: ആഹാരവും നിദ്രയും ഭയവും മൈഥുനവും. ധർമ്മോഹി ദേശാമധികോപശി. ഈ ധർമ്മബോധമാണ് മനുഷ്യന് മറ്റ് തിര്യക്കുകളിൽ നിന്നുള്ള വ്യത്യാസം. കലയിലും ഈ ധർമ്മബോധം നഷ്ടപ്പെടുമ്പോൾ അത് കലയല്ലാതായി മാറും, അത് ജീവിത ആവിഷ്കാരമല്ലാതായി മാറും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കലയും ജീവിതവും ആധ്യാത്മികതയും വേറിട്ട ഒരു അസ്തിത്വമുള്ളതല്ല. കല തന്നെയാണ് ജീവിതം. നമ്മൾ പ്രപഞ്ചത്തെ നോക്കി, പ്രകൃതിയെ നോക്കി, എത്ര സുന്ദരമായ പ്രകൃതി എന്ന് പറയുന്നു. അതൊരു കലയാണ്. ആ പ്രകൃതി എന്ന കലയുണ്ടായത് പുരുഷൻ എന്ന കലാകാരനിൽ നിന്നാണ്. പുരുഷനില്ലെങ്കിൽ പ്രകൃതിയില്ല. ആ പ്രകൃതിക്കുള്ളിലെ ശിവത്വമാണ് അതിനെ സുന്ദരമാക്കുന്നത്. അപ്പൊ എല്ലാം നമുക്ക് കല തന്നെയാണ്. ജീവിതവും കല തന്നെയാണ്. ഭാരതത്തിൽ കലാകാരനെ ഋഷി എന്നാണ് വിളിച്ചിരുന്നത്. അനിഋഷി കവി. കവി ഋഷി അല്ലാത്തവനല്ല, കവി ഋഷി തന്നെയാണ്. ഇപ്പൊ കലയുടെ പരമമായ ലക്ഷ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈവല്യ പദപ്രാപ്തി തന്നെയാണ്, മോക്ഷപദപ്രാപ്തിയാണ്. ഋഷിയുടെ ആത്യന്തികമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരവും അതിന്റെ ആവിഷ്കാരവുമാണെങ്കിൽ കലയും ആത്മാവിഷ്കാരത്തിനും ആത്മസാക്ഷാത്കാരത്തിനും സഹായകമാണ്. അത്ര ഗൗരവമായിട്ടാണ് നമ്മൾ കലയെ കണ്ടത്. എവിടെ ധർമ്മം നഷ്ടപ്പെടുന്നുവോ അവിടെ ജീവിതമില്ലാതാകും. കലയുടെ ധർമ്മം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അത് കലയല്ലാതാകും. നമ്മൾ പറയാറുണ്ട്, ആധുനികമായ കുറെ നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്, എങ്ങനെയുണ്ടായിരുന്നു ആ കലാരൂപം? അടിപൊളിയായിരുന്നു. വാസ്തവത്തിൽ അന്വർത്ഥമായ ഒരു വാക്കാണ്. ജീവിതത്തിന്റെ അഥവാ ധർമ്മത്തിന്റെ അടിത്തറ പൊളിക്കുന്നത് എന്തും അടിപൊളിയാക്കി ഉദ്ഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ അടിത്തറ ഉറപ്പിക്കുന്നതായിരുന്നു ഭാരതത്തിൽ കല. അതാണ് ഇന്നും എന്നും കല. തീർച്ചയായും കലയിലെ കലാസാഹിത്യ രംഗങ്ങളിലെ ആധുനിക പ്രവണതകൾ
അത് അഭിലഷണീയങ്ങളും അനഭിലഷണീയങ്ങളുമായ പ്രവണതകളുണ്ട്. ഇതിൽ അനഭിലഷണീയങ്ങളായ പ്രവണതകളെ ആസ്വാദകൻ തിരിച്ചറിയുകയും കലാകാരൻ ഒരുപക്ഷെ വഴിതെറ്റുമ്പോൾ ആസ്വാദകൻ തിരിച്ചറിയുകയും ഇത് കാട് കാട് എന്ന് പറയാനുള്ള തന്റേടവും ധൈര്യവും കാണിക്കുമ്പോഴാണ് വഴിതെറ്റിയ കലാകാരനും ശരിയായ മാർഗത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം, മദ്യവും മയക്കുമരുന്നുമില്ലാതെ കലാസൃഷ്ടി നടത്താൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ കുറെ ആളുകളുടെ ഇടയ്ക്ക് ഋഷിതുല്യമായി കലയെ കാണുകയും ആത്മാവിഷ്കാരത്തിനും ആത്മസാക്ഷാത്കാരത്തിനും കലയെ ഉപയോഗിച്ച ഒരു നാട്ടിൽ ഇവിടെ സഞ്ജയ്ജി അവസാനം സൂചിപ്പിച്ചതുപോലെ ഏത് പുരാനാണേലും അത്തരം തമ്പുരാക്കന്മാർ, അത്തരം വികൃത ജീവികൾ ഉണ്ടാകുന്നത് ഈ ധാർമ്മികതയുടെ അടിത്തറ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കലാകാരന് ധാർമ്മികത നഷ്ടപ്പെട്ടാൽ ആസ്വാദകൻ അരുത് അരുത് എന്ന് പറയാൻ, മാ നിഷാദ എന്ന് പറയാനുള്ള ആ ഒരു തന്റേടം കാണിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം ദുഷ്പ്രവണതകൾ സാഹിത്യത്തിൽ ഇല്ലാതാകും, കലാരംഗത്തിൽ ഇല്ലാതാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കലയെ ആസ്വദിക്കേണ്ട ആസ്വാദകനും കലാകാരന്റെ ആത്യന്തികമായ ധർമ്മത്തെ കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോൾ തീർച്ചയായും അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ സ്വയം വെട്ടിത്തിരുത്തി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. തീർച്ചയായും നമുക്ക് ഈ ചർച്ച തുടരണം. ഞാനിവിടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. KC കേശവപിള്ള കേശവീയം എന്ന മഹാകാവ്യം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാളിദാസ കവീന്ദ്രന്റെ കാൽ നഖേന്ദു മരീചികൾ കാവ്യാത്വാവിൽ സഞ്ചരിക്കും എനിക്ക് വഴികാട്ടണം. തന്റെ പൂർവ്വസൂരികളുടെ ആ ധർമ്മബോധത്തെ മറക്കാതെ അവർ കാണിച്ചു തന്ന വഴി എനിക്ക് പുത്തൻ വഴികൾ വെട്ടിപ്പിടിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കാളിദാസനും ഭാസനും വ്യാസനും വാൽമീകിയും വെട്ടിത്തെളിച്ച വഴി നമുക്കുണ്ട്. ആ അടിത്തറ ഇന്നും നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും. അതിന്റെ നല്ല പ്രവണതകളും നമുക്ക് കാണാനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമസ്കാരം. നന്ദി ഡോക്ടർ EMG സാർ. അടുത്തായി നമ്മുടെ ദേശീയ ട്രഷറർ ശ്രീമതി ശ്യാമള സോമനെ ക്ഷണിക്കുന്നു. ഭോപ്പാലിൽ ജോയിൻ ചെയ്യും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംഘടനയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ TPSG, അതുപോലെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി സഞ്ജയ്ജി, ആദരണീയനായ ആത്മീയ ഉപദേഷ്ടാവ് EMG സർ, എൻ്റെ സഹപ്രവർത്തകരെ, ഗുരുക്കന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കറിയാം, കലയും സാഹിത്യവും എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ അടിത്തറയാണ്. കാരണം നാം ഇന്നലെയെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കലയിലൂടെയും അതുപോലെ സാഹിത്യത്തിലൂടെയുമാണ്. ഇന്നലെ നമ്മുടെ രാഷ്ട്രം എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ യുവതലമുറയെ നാം മനസ്സിലാക്കുന്നത് ഈ രണ്ട് പ്രകാരങ്ങളിലൂടെയാണ്. അതായത് കല എങ്ങനെയായിരുന്നു എന്ന് അതിൽ നിന്ന് നമ്മുടെ യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്, വരും തലമുറയ്ക്കും അതുപോലെയാണ്. അപ്പോൾ ഈ കല പ്രദർശിപ്പിക്കുന്ന കലാകാരന്മാരുടെ തോളിൽ നല്ല ഉത്തരവാദിത്വമാണുള്ളത്. വളരെ ധർമ്മബോധത്തോടു കൂടി വേണം അവർ ഈ കലയെ പ്രദർശിപ്പിക്കാൻ. അതുപോലെ സാഹിത്യകാരന്മാർ തങ്ങളുടെ സാഹിത്യകൃതികളെ നമുക്ക് നൽകേണ്ടിയിരിക്കുന്നത്. നമ്മുടെ കലകൾ പല രൂപത്തിലുള്ള കലകളാണ് നമുക്കുള്ളത്. പണ്ട് കാലങ്ങളിൽ കഥകളി തൊട്ട് ഓട്ടം തുള്ളൽ തൊട്ട് നളചരിതം തൊട്ട് ഇങ്ങോട്ട് വരുന്ന ആ കലാരൂപങ്ങളിലാണ് നമ്മുടെ ഭാരതത്തിന്റെ ദേശീയതയെ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനെ ഒരു വിപണനത്തിന് വേണ്ടി, അതായത് നമ്മുടെ ഈ കലയെ അതിനോട് ഒരു യാതൊരു രീതിയിലും ഉള്ള ഒരു ആത്മാർത്ഥത ചേർക്കാതെ, ആ ആത്മാർത്ഥതയോട് കൂടി കലാകാരനാവട്ടെ സാഹിത്യകാരന്മാരാവട്ടെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് ആ രാഷ്ട്രത്തോട് മാത്രമല്ല, വരുന്ന ഒരു തലമുറയെ അവരത് ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമമാണ് ശ്രമിക്കുന്നത്. ഈ പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഈ കലകളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു എഴുതി വെക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ കലാരൂപങ്ങളും അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ, ഇവിടെ എഴുതുന്ന കാര്യങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ, 21ാം നൂറ്റാണ്ടിലുള്ള സോഷ്യൽ മീഡിയയുടെ ബൂം കാരണം നമുക്കുടൻ തന്നെ അത് ലോകം മുഴുവൻ വ്യാപരിക്കുകയാണ്. ലോകത്തിൽ നമ്മുടെ രാഷ്ട്രത്തിനുണ്ടാകുന്ന അഭിമാനമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ വരും തലമുറയും ഇത് കണ്ട്
അതിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പം മറുരാജ്യത്തെ, അതായത് യൂറോപ്യൻ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാവട്ടെ, ഇതിനെയും കൂടെ സങ്കരമാക്കിക്കൊണ്ട് രണ്ടിനെയും കൂടെ ചേർത്ത് ഒന്നുമല്ലാത്ത രീതിയിലുള്ളത്, അതായത് നമ്മുടെ കലയുടെ തനിമ ഇല്ലാതാക്കി എന്തൊക്കെയോ പ്രദർശിപ്പിക്കുന്നു. ആ ഡിജിറ്റൽ വിപ്ലവം തീർച്ചയായിട്ടും നല്ലതാണെങ്കിലും ഇതിന് നമുക്കൊരു ഒരു 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 മറുവശമാണ് നമുക്ക് ഉണ്ടായി വരുന്നത്. അപ്പം ഇത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു സബ്ജക്ട്, ഒരു വിഷയം എടുത്ത് ഇതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തുവാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന എന്താണ്, അഥവാ നമ്മളെ ഇതിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്താണ്. ഈ രാഷ്ട്രത്തെ ഇന്നല്ല, പുരാതന കാലം തൊട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്രത്തെ നശിപ്പിക്കണമെന്നുള്ളത്. നമ്മുടെ അധിനിവേശത്തിൽ ആ സമയത്ത് തൊട്ട് നടന്നു വരുന്ന കാര്യങ്ങൾ ഇന്നും പക്ഷെങ്കിൽ നല്ല കലാകാരന്മാരും അത് ചെയ്ത് ഈ അടുത്തിറങ്ങിയ ആ സിനിമ നമുക്ക് അവര് വിൽക്കുന്നത് എങ്ങനെയാണ്, അത് കാണുന്നതിന് മുന്നത് വിറ്റഴിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു പക്ഷെങ്കിൽ അവർക്ക് തന്നെയും അറിയാമായിരിക്കാം ഇതിന്റെ ഉള്ളടക്കം ഇന്നതാണെന്നും ആ ഉള്ളടക്കം പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതുണ്ടാകുന്ന വിപത്തുകൾ എങ്ങനെയാണെന്നും. കാരണം ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആരും തന്നെ ആവശ്യപ്പെടാതെ ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വിപ്ലവം കൊണ്ട് തന്നെ അതിനെ നമുക്ക് സ്വയം അതിന്റെ 24 കണ്ടന്റ് ചെയ്ത് വീണ്ടും പ്രദർശിപ്പിക്കേണ്ടതായിട്ട് വന്നിരിക്കും. അപ്പോൾ നമ്മുടെ ദേശീയതയെ തകർക്കുവാൻ ആര് ശ്രമിച്ചാലും, തനിമ നമ്മുടെ കലയുടെയും സാഹിത്യത്തിന്റെയും തനിമ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും ഇപ്പോഴുള്ള പാഞ്ചന്യം പോലെയുള്ള സംഘടനകൾ അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉൽപ്പന്നമാകുമ്പോൾ അതിനെ നമുക്ക് തീർച്ചയായും ചെറുക്കാനുള്ള കഴിവ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. ഭാരതത്തിന്റെ ദേശീയതയെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനം ആരുടെ പക്ഷത്തു നിന്ന് വന്നാലും ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ അതിനെ ചെറുക്കാനുള്ള, എതിർക്കാനുള്ള ഒരു ശക്തി നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. നല്ലത് ഏതാണ്, ചീത്ത ഏതാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പൊ ഇവിടെ നമ്മുടെ TPSG. അടുത്ത നമ്മുടെ അനിത ശങ്കർ, അനിത ടീച്ചർ അവൈലബിൾ ആണോ? ഉണ്ട് അനിത മേഡം ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കുടുംബ ക്ഷേത്രത്തില് യാത്രയിലാണ്, അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ലായിരിക്കും. എനിക്ക് എല്ലാ പ്രഭാഷണങ്ങളും കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, കാരണം യാത്രയിലായതുകൊണ്ട് ഇത് കട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്. എല്ലാ ആശംസകളും നേരുന്നു. മാതൃഭാരതിയുടെ ദേശീയ പ്രസിഡന്റാണ്, അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു ഊർജ്ജസ്വലമായ സാന്നിധ്യമാണ്. ക്ഷണിച്ചോളൂ. താങ്ക് യു. ആദ്യമായിട്ട് ആദരണീയനായിട്ടുള്ള സജയൻ ജിക്ക് ഇത്രയും മനോഹരമായിട്ട് നമ്മളെ ഏതോ ഒരു കാൽപ്പനിക ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളൊരു സിനിമ കാണുന്ന പോലെയാണ് ഞാൻ ഇരുന്നത്. കാരണം കലയെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കലയാക്കി അവതരിപ്പിച്ച ഒരു ഫീലായിരുന്നു. കുറച്ചു കാലം നൃത്തം പഠിച്ചിരുന്നത് കൊണ്ട് തന്നെ ഭരത മുനിയുടെ നാട്യശാസ്ത്രത്തിലേക്കാണ് മനസ്സ് പോയത്. കാരണം എല്ലാ ആവിഷ്കാരങ്ങളിലും വെച്ച് സംഗീതത്തെയും നൃത്തത്തെയും ഒക്കെ കാളും വലുത് അഭിനയത്തിനാണ് എന്ന് ഭരതമുനി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിരിക്കുന്നത് സത്യമാകുന്ന രീതിയിൽ ഇന്ന് ആ അഭിനയ കലയെ എടുത്തിട്ടാണ് നമുക്കെതിരെ തന്നെ ഉപയോഗിക്കുന്നത്. അതിനുള്ള ഉദാഹരണമാണ് അങ്ങ് സൂചിപ്പിച്ച ഈ വിവാദ ചലച്ചിത്രത്തിൽ ഉണ്ടായിരിക്കുന്നതും. ആധുനികമായിട്ടുള്ള ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആർട്ട് എന്ന് പറയുന്ന ഒരു റീപ്രൊഡക്ഷൻ ഓഫ് റിയാലിറ്റി അല്ല, പക്ഷെ ക്രിയേഷൻ ഓഫ് ദ സെയിം ഇഫക്റ്റ്, ഇന്റൻസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ആക്കി മാറ്റുകയാണ്. ആ ഒരു സത്യത്തെ സത്യമായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഇല്ലാത്തതിനെ സത്യമായിട്ട് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ കല പോകുന്നത്. അതിന് നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാം എന്നതുകൂടി അങ്ങ് പറയും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതും കൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്കിതിനെതിരെ പറഞ്ഞു ശക്തമായിട്ടുള്ള ധനികരുള്ളത് കൊണ്ടാണ് നമുക്ക് തടയാൻ സാധിക്കാത്ത ആ ഒരു കലാമേഖല മുഴുവനും പണത്തിന്റെ ആധിപത്യത്തിൽ കൈയടക്കി കഴിഞ്ഞു. പക്ഷെ നമുക്ക് എങ്ങനെയാണ് അതിന് പ്രതിരോധം തീർക്കാൻ കഴിയുക എന്നുള്ളത് കൂടി അങ്ങയിൽ നിന്നും നമ്മുടെ സ്പിരിച്വൽ അഡ്വൈസറിൽ നിന്നും കൂടി പ്രതീക്ഷിക്കുകയാണ്. കാരണം നമുക്ക് പരിഹാരങ്ങളാണല്ലോ കൂടുതൽ വേണ്ടത്.
പരാതികളെക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചു പോയി. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി. ക്ഷമിക്കണം പറയുന്നതിൽ. താങ്ക് യു. നമസ്കാരം. ഇനി നമ്മുടെ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. സമയം 2 മിനിറ്റ് ആണ്. ഒരുവിധ ഇൻട്രൊഡക്ഷൻ വേണ്ട, വിഷയത്തിലേക്ക് ഡയറക്റ്റ് കിടക്കണം. ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കെടുത്ത് ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായം പറയാനുണ്ടോ? ആ പറഞ്ഞു. വീഡിയോ ഓൺ ചെയ്താൽ നന്നായി. വീഡിയോ ഓൺ ചെയ്താൽ നന്നായി. ഞാൻ പറഞ്ഞത് വളരെ ഇതായിട്ടുള്ള ഒരു പ്രവാസമായിരുന്നു. നമ്മുടെ ഉദ്ഘാടകനും അധ്യക്ഷനും നമ്മുടെ ആധ്യാത്മിക പോയി. അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാം. നമ്മുടെ ഈ പ്രഭാഷണങ്ങളിൽ മാത്രം ഒതുങ്ങിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങളാണ് എനിക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഈ സിനിമയെ പറ്റി നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ആശാവർക്കർക്ക് വേണ്ടി നമുക്ക് ഒരു പ്രതിഷേധം, അതായത് ഡൽഹിയിൽ അവർക്ക് അനുകൂലമായിട്ട് അവരുടെ പ്രതിഷേധത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരും എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് അഭിപ്രായമുണ്ട്. പിന്നെ ആ സിനിമയെ പറ്റി, സിനിമയ്ക്ക് ഞങ്ങള് വളരെ ഇതായിട്ടാണ് വളരെ ഇതായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മൾ ഈ ഒരു ഓൺലൈൻ ചർച്ചകളിലേക്കാളും ഉപരി നമ്മൾ പ്രത്യക്ഷമായിട്ട് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിന്റെ ആ സിനിമയ്ക്ക് അനുകൂലമായിട്ടൊരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് അതിന് സാഹചര്യം അതിന് മുൻകൈ എടുക്കുമോ എന്നൊരു ഇതുണ്ട്. എടുക്കണം എന്നാണ് എന്റെ താല്പര്യം. പിന്നെ ഈ നമ്മുടെ ഇപ്പൊ പറയാ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തിയ അതുപോലെ പ്രസംഗം നമ്മളിപ്പോ 18 അല്ലെങ്കിൽ 26 പേര് 30 താഴെയുള്ളൂ. നമുക്കൊരു പബ്ലിക് സ്റ്റേജില് ഇതുപോലുള്ള പ്രഭാഷണം കേൾക്കാന് വളരെ മനുഷ്യന്റെ ആത്മാവിനെ തൊട്ടുകൊടുത്ത ഒരു പ്രഭാഷണങ്ങളാണ്. അതൊക്കെ മറ്റുള്ളവരെ കേൾക്കണം. നമ്മൾ ഈ 18, 26 പേര് 30 പേര് അടക്കം മാത്രം കാര്യമില്ല. നമുക്കൊരു പബ്ലിക്കിനെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് പ്രഭാഷണം നടത്തണമെന്ന് പാചകം അതിന് മുൻകൈ എടുക്കണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. അത്രേ ഉള്ളൂ. നമസ്കാരം. ഇനി മറ്റാർക്കെങ്കിലും 2 പേർക്കൂടെ അവസരമുണ്ട്. നമുക്ക് ടൈമിന്റെ ക്രമീകരണം കൊണ്ടാണ്. ആരെങ്കിലും ഉണ്ടോ വേറെ? പറഞ്ഞോ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാന് ശ്രീമാർജി ഒരു മിനിറ്റ്. ഒരു പുതിയ ഒരാളുണ്ട്. സംസാരിച്ചോ. അനിലാണോ? അതെ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ ഇതുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പക്ഷെ കുറച്ച് നാളായിട്ട് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ ചർച്ച വളരെ പ്രയോജനകരമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറുടെ സ്പീച്ച്. അത് ഞാൻ പറയുന്ന റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോ റെക്കോർഡ് നമ്മുടെ വാട്സപ്പിൽ ഇത് കൊടുക്കണം. സോ ദാറ്റ് പുതിയ ജനറേഷനും അതൊക്കെ കേൾക്കട്ടെ, അവർക്കും മനസ്സിലാകട്ടെ. അദ്ദേഹം പറഞ്ഞ മെയിൻ ആയിട്ടുള്ള കാര്യം, അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് എല്ലാ ഫീൽഡിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതിയ തലമുറയ്ക്ക് ഇതിനകത്ത് നേരേതാ കള്ളവേതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ഇപ്പൊ ഞാൻ പാർലമെന്റിലെ സ്പീച്ചുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വഖഫ് ബോർഡിനെ പറ്റിയുള്ള. അതിൽപോലും എല്ലാവരും നല്ല സ്പീച്ചാണ്. ഓരോ സൈഡിൽ നിന്നും കേൾക്കുന്ന സ്പീച്ചുകളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ഇതിൽ സത്യം ഏതാണ് കള്ളം ഏതാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു ഇത് നമ്മുടെ പഞ്ചന്യം ഭാരതം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യണം, ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോളൂ. അഭിലാഷ് കണ്ണൻ. ശ്രീമാർജി വരാം. ഒരു മിനിറ്റ്. സാധാരണ നമസ്കാരം. ഞാൻ തുടക്കം തൊട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മുടെ വിഷയം കലാ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെ ഈ പുതു പ്രവണതകൾ അഭികാമ്യമോ എന്ന വിഷയം വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തേക്ക് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രം സൂചിപ്പിക്കുകയാണ്.
അതായത് നമുക്കറിയാം ജീവിത കാലം മനുഷ്യ ആയുസിന്റെ കാലഘട്ടം മുതൽ ജീവിതത്തോടൊപ്പമുള്ള കാര്യങ്ങൾ ദൈവിക ആരാധനയിലോ ജീവിതം മനുഷ്യൻ തുടങ്ങി വെച്ച കാലം മുതൽക്ക് നമുക്ക് ചരിത്രം നോക്കിയാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. മനുഷ്യന്റെ ചരിത്രാതീത കാലം മുതലേ കല മനുഷ്യനോടൊപ്പം ഉണ്ട്. അത് ഈശ്വരീയമായ ചിന്തയിൽ നിന്നോ മറ്റ് പ്രകൃതിയോടുള്ള അല്ലെങ്കിൽ ഒരു സമൂഹമായി മനുഷ്യൻ ജീവിച്ച് തുടങ്ങിയ കാലം മുതൽ പലതരത്തിലുള്ള കലകൾ പല ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാല് ഒന്ന് തന്നെ വേഗതയേറിയ ഒരു സമൂഹമാണ്. അവർക്ക് ആസ്വാദനത്തിന്റെ കുറവോ ഈ സമയത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ കലാരൂപങ്ങൾക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പറയാം ഓരോ കലകൾ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ടൈമിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, ഇടപെടുവാണ്. അതുകൊണ്ട് ഈ കലയുടെ പ്രാധാന്യം അത് ജീവിതത്തിനെ എത്രത്തോളം ബാധിക്കുന്നു അതിന്റെ വളച്ചൊടിക്കലുകളും മറ്റും പുതിയ തലമുറയെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകളോ മറ്റോ നമ്മളെ പോലെയുള്ള സംഘടനകൾ സംഘടിപ്പിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാവും. അതിനുള്ള കാര്യങ്ങൾ പാഞ്ചജന്യം പോലത്തെയുള്ള സംഘടനകൾ മുൻകൈയെടുത്ത് ചെയ്യണം. അത് തന്നെയാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. ശ്രീമാർജി, 2 മിനിറ്റ്. നമസ്കാരം. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത സഞ്ജീവൻജിയുടെ വാക്കുകൾ സശ്രദ്ധം ശ്രദ്ധിച്ചു. ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് പാഞ്ചജന്യം തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ വെള്ളിത്തിര അത് ജനസമൂഹത്തിനെ ഏറ്റവും ബാധിക്കുന്ന ഒരു കലാവിഭാഗമാണ്. അപ്പൊ അതിലുണ്ടായിരിക്കുന്ന അപജയങ്ങള് നമ്മള് ഗൗരവം ചർച്ചയ്ക്കെടുത്തെന്നുള്ളത് തന്നെ അഭിമാനകരമായ നേട്ടമാണ്. സിനിമാ മേഖലകളിലും കച്ചവട ആധിപത്യം ഉറപ്പിച്ചു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ കണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ പാഞ്ചജന്യം പോലുള്ള ഒരു സംഘടന ശക്തമായി ഇടപെടണം. അതിനെക്കുറിച്ചുള്ള ഇതുപോലുള്ള ചർച്ചകൾ വളരെ വിജ്ഞാനപ്രദമായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞുള്ളൂ. താങ്ക് യു. അടുത്ത ആർക്കെങ്കിലും ഒരാൾക്കൂടെ സംസാരിക്കും, ഒരാൾക്കൂടെ. നമസ്തേ, ഉണ്ണി വിശ്വനാഥ്, പാലക്കാട് നിന്നാണ്. നമ്മുടെ പഴയകാലത്തെ കലയോടുള്ള ആരാധനയിൽ നിന്ന് ഇപ്പോൾ വെറും ആസ്വാദനത്തിലേക്ക് മാത്രമായി നമ്മുടെ ചിന്തയും കേൾവിയും കാഴ്ചയും വഴിമാറിയതിന്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു വികൃതമായ കലാസൃഷ്ടികൾ. അതിനെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് നമ്മുടെ സംഘടനയുടെ ഉത്തരവാദിത്വമായി കണ്ട് അതിന് ആർജവത്തോടുകൂടി എല്ലാവരും ഇടപെടണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത്. താങ്ക് യു. ശശി സാറേ, നമുക്ക് ഈ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് ഒന്നുകൂടെ പറയാനുള്ള ടൈം ഇല്ല. 9:30 ആകുന്നു. 1.5 മണിക്കൂറാണ് നമ്മുടെ ടൈം. വിംഗ് കമാൻഡർ മിസ്റ്റർ അനിൽ എന്ന് പറയുന്ന ആള് പിന്നീട് സംസാരിക്കാം. ശ്രീമാർജി, ഇപ്പൊ സമയമില്ല, പിന്നീട് നമുക്ക് പരിചയപ്പെടാം. ശശിമാർജി ഉണ്ടോ? ശശിമാർജി, നമുക്കത് കൺക്ലൂഡ് ചെയ്യരുതോ? ശശിമാർജി, TPS. അതെ, നമ്മള് ലക്ഷ്മി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പലപ്പോഴും ചിലതൊക്കെ ചൊറിഞ്ഞു പുണ്ണാക്കി പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഇഗ്നോർ ചെയ്യാണ് വേണ്ടത്. നമ്പർ 1. നമ്പർ 2, പ്രാധാന്യം കൊടുക്കുന്നതിന് നമ്മൾ കൊടുക്കണില്ല. ഇപ്പൊ ഇതിന് കുറച്ചു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ദേശക്കാരൻ. ഒരാളും കേട്ടിട്ടുമില്ല, ഒരു തിയേറ്ററിൽ ഓടിയിട്ടുമില്ല. മോശമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രകീർത്തിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റം പറയുമ്പോഴോ പോപ്പുലാരിറ്റി കൂടുകയാണ്. ഇതൊക്കെ സിനിമ മാർക്കറ്റ് ചെയ്യുന്നവരുടെ വലിയൊരു ടെക്നിക്കായി മാറിയിരിക്കുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫിലിമും മൂവിയും തമ്മിൽ വ്യത്യാസമുണ്ട്, ചിത്രവും സിനിമയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ചിത്രം ഇറങ്ങുമ്പോൾ അത് പഠിക്കാനും അതറിയാനും ഡോക്യുമെന്ററി ലെവലിൽ അതിനെ നോക്കിക്കാണാനും കഴിയുന്ന ആസ്വാദകർ ഇന്ന് കേരളത്തിൽ ഇല്ലാതിരിക്കുന്നു. അതേ സമയത്ത് ഒരു സിനിമ അതിൻ്റെ പൊളിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ കുറേ സിനിമകളെ അല്ല, ചിത്രങ്ങളെ, ഫിലിമുകളെ, ഡോക്യുമെന്ററികളെ പോസിറ്റീവായിട്ട് ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുകയും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ബദൽ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ബദൽ ഉണ്ടാക്കാതെ ഇത് പാടില്ല എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ എപ്പോഴും അങ്ങനെ പറയും, ഇതെടുക്കരുത് ഇതെടുക്കരുത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയോട് എന്താ എടുക്കേണ്ടത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ പകരം എന്തെങ്കിലും കൊടുക്കാനുണ്ടായാലേ നല്ല മൂല്യമുള്ള
സിനിമകളല്ല, ചിത്രങ്ങൾ, ഡോക്യുമെന്ററികൾ സിനിമാ തരത്തിൽ, സിനിമാ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പോകാൻ പറ്റണം. ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു മൂല്യശോഷണം കൊണ്ട് അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ ഇല്ലാത്ത ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ പൊളി. നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രധാനമായും വേണ്ടത് രാജ്യസ്നേഹവും ഇത്തരം കല ആസ്വദിക്കാനുള്ള കഴിവുകളും ഇതിനെയൊക്കെ വ്യത്യസ്തമായി നോക്കിക്കാണാനുള്ള അറിവുകളും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. അതാവണം ഒരു ലോങ് ടേമിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ നമ്മൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അതാവരുത് നമ്മുടെ ലക്ഷ്യം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടതില് മനുഷ്യന്റെ ഉത്കൃഷ്ടമായ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടായി വരേണ്ടതാണ് കല. അപ്പൊ അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അത് രാജ്യവിരുദ്ധമായ, രാജ്യത്തിൽ നിലനിൽക്കുന്ന സംസ്കാരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് പ്രചരണം കിട്ടുന്നു. 200 കോടിയോളം രാജ്യവിരുദ്ധമായ ഒരു സിനിമ 4-5 ദിവസം കൊണ്ട് നേടിയപ്പം 20 ദിവസമായിട്ടും 2 കോടി പോലും നേടാൻ പറ്റാത്ത സിനിമയുണ്ട്. ശശികുമാർജി പറഞ്ഞതുപോലെ നമ്മുടെ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ശ്രദ്ധ, ചർച്ച, പരിഗണന അത് കിട്ടുന്നില്ലെന്നുള്ളതാണ്. നല്ലൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് അലമാരിക്കാതിരിക്കും. അല്ലെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്താലും അത് പ്രചരിപ്പിച്ചാലും അത് വായിക്കപ്പെടാതെ പോകുന്നൊരു സമൂഹമുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മൾ കലയെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്ന കലാലയത്തിലാണ്. ഒരു സമയത്ത് നമ്മൾ കലാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ അത് സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും മാരകമായിട്ടുള്ള സാംസ്കാരിക ശൂന്യതയുടെയും മറ്റ് അധപ്പാനത്തിന്റെയും വേദികളായിട്ട് കലാലയങ്ങൾ മാറുമ്പോൾ അത് സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെ. അപ്പം അക്രമവും ഈ പറയുന്ന സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനങ്ങളും പ്രവണതകളും ചില പ്രത്യേക ഭരണ സംവിധാനത്തിന് എപ്പോഴും അനിവാര്യമാണ്. കാര്യം ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ അറിവ് വർദ്ധിക്കുമ്പം അധികാരികളുടെ നിലനിൽപ്പിന്, അതിന്റെ സ്ഥിരതയ്ക്ക് മാറ്റം ഉണ്ടാവും. അപ്പം ശരിയായ അറിവിലേക്ക് ആൾക്കാരെ എത്തിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളോടായിരിക്കണം ചില കാര്യങ്ങൾ എതിർക്കുന്നത്. നമ്മൾ നേരെ കൊന്നുകളയുന്ന ഒരു അവസ്ഥയിലേക്ക് ആകരുത് എന്നുള്ള ഒരു കാര്യങ്ങളാണ് പൊതുവെ പരാമർശിക്കപ്പെട്ടത്. രാജ്യവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും എതിർക്കപ്പെടണം. ആ എതിർക്കപ്പെടുന്നതിന്റെ രീതികൾക്കാണ് വ്യത്യാസങ്ങൾ വരേണ്ടത്. ഇപ്പൊ പുതിയത് നല്ല കാര്യങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഇത്തരം എതിർപ്പുകളും ചർച്ചകളും ഉണ്ടാകേണ്ടത്. നമ്മുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നാളെ ഒരു ദിവസം കൂടെ നമ്മുടെ അധ്യക്ഷന്റെ അനുവാദത്തിലൂടെ നമുക്ക് ചർച്ച നീട്ടാം. മറ്റന്നാൾ നമുക്ക് ആശാ വർക്കറുടെ ആ ഒരു പ്രോഗ്രാം എടുക്കാം. തീർച്ചയായും ഈ അടുത്ത കാലത്തുണ്ടായ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഈ തിയേറ്ററിലേക്ക് അതിന് അനുവാദം കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് സെൻസർ ബോർഡിലെ വെച്ചേക്കുന്ന ആൾക്കാരുണ്ട്. അവര് സീൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പോസ്റ്റർ പോലും ചുമരിൽ ഒട്ടുന്നത്, തിയേറ്ററിൽ വരുന്നത്. അപ്പൊ ഇവരൊക്കെ എന്തിനാണ് രാജ്യസ്നേഹികളായ ആൾക്കാർ ഇവരൊക്കെ ഈ സ്ഥാനത്ത് ഇന്ത്യക്കെന്നുള്ള ഒരു ചോദ്യം പല ആൾക്കാർക്കുള്ളതുപോലെ എനിക്കുമുണ്ട്. ഇതിന്റെ ഒരു മോഡറേറ്റർ എന്നുള്ള എനിക്കുമുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മൾ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി ക്രിയാത്മകപരമായി ഇത്തരം വിഷയങ്ങളെ സമീപിക്കണം. കലാപത്തെ മറ്റൊരു കലാപം കൊണ്ടല്ല നമുക്ക് നേരിടാൻ പറ്റുന്നത്. മനുഷ്യന് അവന്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായ ശക്തിയും ബുദ്ധിയും എല്ലാം സമാഹരിച്ചുകൊണ്ട് ഇത്തരം പ്രവണതകൾക്ക് അത് വന്നതിന് ശേഷം എതിർക്കുമല്ല, അത്തരം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിഹാസങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർക്ക് വേണ്ട തരത്തിൽ സമ്മതിക്കാൻ ഇടമില്ലെന്നുള്ളതാണ്. ഒരു 2 മണിക്കൂർ വേദങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ കലാലയത്തിൽ ചെന്നാൽ അതിന് ഇടകിട്ടാത്ത, അല്ലെ അതിന് ആളെ കിട്ടാത്ത ഒരു സാമൂഹ്യ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളോടൊക്കെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പോകണം. തീർച്ചയായും എതിർക്കേണ്ട കാര്യങ്ങളെ നമ്മൾ എതിർക്കുകയും അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ രാജ്യത്തിന്, അതായത് ടെക്നോളജിയൊക്കെ വളരെ വേഗത്തിൽ വികസിതമായ യൂറോപ്പിലാണ് ഇന്ന് ഏറ്റവും വലിയ അപകടങ്ങളിലേക്ക് കുടുംബജീവിതം, വ്യക്തി ജീവിതം, കലാലയ ജീവിതമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതികമായിട്ട് അവിടെ ഡെവലപ്പ് ആവുന്നു. പക്ഷെ മനുഷ്യന്റെ ജീവിതങ്ങളെല്ലാം ഒഴുക്കുത്ത് പിടിച്ച ഇതിലേക്ക് പോകുമ്പോൾ ഭാരതം അതിനൊരു മാതൃകയാണ്. അപ്പൊ അത്തരം മാതൃകകൾക്ക് കോട്ടം വരുത്താൻ തക്ക ആസൂത്രിതമായ ശ്രമങ്ങൾ തീർച്ചയായും ഉണ്ടാവും. ശ്രീരാമൻ
ഉദയം ചെയ്ത സമയത്ത് തന്നെ രാവണന്റെ ഉദയം ചെയ്തിരുന്നു. അപ്പൊ ആ രാവണന്റെ നിഗ്രഹത്തോട് കൂടി അത് അവസാനിച്ചില്ല. വീണ്ടും ഭഗവാൻ കൃഷ്ണൻ വന്നപ്പോഴും അപ്പുറത്ത് ശത്രുഭാഗത്ത് ആൾക്കാർ ഉദയം ചെയ്തിരുന്നു. ഈ അധർമ്മ യുദ്ധം എക്കാലത്ത് നിലനിൽക്കും. അപ്പം അധർമ്മത്തിന്റെ ഭാഗത്ത് ആൾക്കാരെ വാഴിക്കാൻ അല്ല, അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ധർമ്മത്തിന്റെ പ്രചാരണങ്ങളും അത് ആശയതലത്തിലും മറ്റു തലങ്ങളിലും നമുക്ക് വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ അതിലെ ഒരു കാര്യം വൈജ്ഞാനിക മേഖലയിൽ, സംഗീത വിജ്ഞാനത്തിന്റെ മേഖലയില് നമുക്ക് നല്ല പ്രചരണങ്ങളും പഠനങ്ങളും ആണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം. കലാലയങ്ങളിൽ പോലും ശശികുമാർജി നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അന്നത്തിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൂടെ ചർച്ച ചെയ്ത് പോകണം. ചർച്ചയിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും പ്രത്യേക നന്ദി പറയുന്നു. നമ്മുടെ ഇതിന്റെ ഉദ്ഘാടകനായിട്ട് വന്ന നമ്മുടെ സഞ്ജൻജിയ 2 വാക്കും കൂടെ പറഞ്ഞിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അദ്ദേഹം നമ്മുടെ ഈ യോഗത്തിൽ വന്നത് സംഘടനയുടെ ഈ ഒരു വിഷയത്തിന്റെ കൂടുതൽ പഠനങ്ങളും കൂടുതൽ ചർച്ചകൾക്കും ഒരു പ്രചോദനമാണെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ 2 വാക്കൂടെ സംസാരിച്ചിട്ട് നമുക്ക് നമ്മുടെ ശശി ചേട്ടന്റെ അനുവാദത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. സഞ്ജയ്ജി 2 വാക്കൂടെ. ഹലോ, ശ്രീമതി ലക്ഷ്മികാനത്ത് പരിഹാരത്തെ കുറിച്ച് പറഞ്ഞു. പരിഹാരത്തെ കുറിച്ച് ഞാൻ ഒറ്റവാക്കിൽ പരാമർശിച്ചിരുന്നു. ഇപ്പോ 2 തരത്തിലാണ് നമ്മുടെ വരുന്ന പ്രവണതകളെ നമുക്ക് നേരിടാൻ സാധിക്കുന്നത്. ഒന്ന്, വരുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ വിമർശനാത്മകമായിട്ട് സമീപിക്കണം എന്നതാണ്. അങ്ങനെയുള്ളൊരു സംസ്കാരം പണ്ടുണ്ടായിരുന്നു. ഇപ്പോ ഏത് കലാരൂപം വരുമ്പോഴും കലാവിമർശനത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. കലാവിമർശനത്തിലൂടെയാണ് ഒരു കലാരൂപത്തിന്റെ മൂല്യം ഇത് വരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഇതിനൊന്നും ആളുകൾക്ക് സമയവും സാവകാശവും ഇല്ല. നമുക്കിപ്പോ പബ്ലിക്കായിട്ട് ഒരു അഭിപ്രായം പറയാൻ പോലും പറ്റാത്ത തരത്തിൽ സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോ പ്രത്യേകിച്ചും നമ്മുടെ സംഘടനകളെയൊക്കെ പ്രതിനിധീകരിക്കുന്നവർക്ക് പോലും അഭിപ്രായങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സെറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളെ അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈനറിയാണ്. ഇരുപക്ഷവും ശത്രുക്കളെ പോലെ നിന്ന് അഭിപ്രായങ്ങളാണ്. അവിടെ സത്യത്തിനൊന്നും വിലയില്ല. വളരെ വൈകാരികമായ, വളരെ പ്രാകൃതമായ ഒരു സംവാദം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്കിതിന് മറ്റൊരു തലമുണ്ട്. കലയ്ക്കും സംസ്കാരത്തിനും ഒക്കെ മറ്റൊരു തലമുണ്ട്, ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത വളർത്തുവാൻ വേണ്ടിയിട്ടുള്ള ആവിഷ്കാരങ്ങൾ ആവശ്യമാണ്. ഒപ്പം തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രതിക്രിയാത്മകമല്ലെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ വരേണ്ടതും വളരെ ആവശ്യമാണ്. 2, ഈ നമ്മുടെ ക്ലാസിക്കൽ കലകളെ കുറിച്ചും ഒക്കെയുള്ള ആസ്വാദനങ്ങൾ. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസിക്കൽ കലാകാരന്മാർക്കൊന്നും വേദിയില്ല. ക്ലാസിക്കൽ കലാകാരന്മാർക്കല്ല, പൊതുവെ വേദിയില്ല. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നത് കൊണ്ട്, വിനോദത്തിനും സമയം പോകാനും ഒക്കെ സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ കലാകാരന്മാർക്ക് ശരിക്ക് വേദികൾ കിട്ടുന്നില്ല. നമ്മുടെ സബോധമായി നമ്മുടെ കലാകാരന്മാരെ സംരക്ഷിക്കണം. കലയും പാരമ്പര്യവും ഒക്കെ നിലനിൽക്കുന്നത് നമുക്കറിയാം വ്യക്തികളിലൂടെയാണ്, സാധകന്മാരിലൂടെയാണ്, കലാകാരന്മാരിലൂടെയാണ്. അപ്പൊ കലകൾക്ക് ആസ്വാദകരെ വർദ്ധിപ്പിക്കുക, കലകൾക്ക് വേദി ഒരുക്കുക, അതുപോലെ കലയെക്കുറിച്ചുള്ള വിമർശനാത്മകമായ പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഒപ്പം തന്നെ സർഗാത്മകമായിട്ടുള്ള ആവിഷ്കാരങ്ങൾക്ക് പിന്തുണ നൽകുക. നമുക്കറിയാം ഇന്നിപ്പോ എല്ലാം വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യപ്പെടുന്ന തരത്തിലാണല്ലോ കലകൾ പോകുന്നത്. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയ മറ്റൊരു സാധ്യതയും തുറന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്.
അപ്പൊ അതെല്ലാം മനസ്സിലാക്കി അത്തരം ആളുകളിൽ ഈ അവബോധം സൃഷ്ടിച്ചാൽ ഒരു മൂവ്മെന്റ് ആയിട്ടൊക്കെ വന്നാൽ മാറ്റങ്ങൾ വരും. കാരണം ഇതിലൊക്കെ എത്രയോ പല പ്രതിസന്ധികളെ കടന്നിട്ടാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. നമുക്കതിൽ നിരാശപ്പെടേണ്ട അവസ്ഥയൊന്നുമില്ല. പക്ഷെ നമ്മൾ വളരെയേറെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന വലിയൊരു സന്ദേശം. പ്രത്യേകിച്ചും സംഘടിതമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമസ്കാരം. നന്ദി ശശി സാറേ, നന്ദി പറഞ്ഞു. നമുക്ക് മംഗളം ആരംഭിക്കുന്നതിനായി EMG സാറിനെ ക്ഷണിച്ചോളൂ. മ്യൂട്ടഡ് ആണ്. EMG മ്യൂട്ടഡ് ആണ്. നമസ്കാരം. നമുക്ക് ഇത്രയും നേരം നീണ്ടുപോയെങ്കിലും ഇതിൽ പങ്കെടുത്തവർക്ക് സമയം പോയില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു ചർച്ചയാണ് വാസ്തവത്തിലൂടെ നടന്നത്. ഇത്തരം ഗൗരവമായ ചർച്ചകൾ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല. ലക്ഷ്മിജി ചോദിച്ച ആ ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണർന്നു തന്നെ നിൽക്കണം. കലാകാരന്റെ ധർമ്മം കലാകാരനും, ആസ്വാദകന്റെ ധർമ്മം ആസ്വാദകനും. ഈ കലയും അതിന്റെ ആവിഷ്കാരവും നടക്കുന്ന സമൂഹത്തിലാണ്. ആ സമൂഹത്തെ നയിക്കുന്ന രാജനൈതിക നേതൃത്വവും സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഇത്തരം ദുഷ്പ്രവണതകൾ ഇല്ലാതാവുകയും ബാധകമായ കാര്യങ്ങൾ മാറി കല സാധകമാവുകയും ചെയ്യും. ഇവിടെ സെൻസർ ബോർഡ് എന്ന് വിനോദ് സൂചിപ്പിച്ചത്, സെൻസർ ബോർഡ് എന്ന് പറയുന്നത് സാമൂഹ്യമായ നിയന്ത്രണത്തിന്റെ വേദിയാണ്. അവിടെ നിയമമുണ്ട്. അവര് സ്വന്തം ധർമ്മം മറന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചാപിള്ളയെ അല്ലെ ഒരു ദുഷ്ടസന്തതിയെ സമൂഹത്തിന് ചുമക്കേണ്ടി വന്നത്. അപ്പൊ രാഷ്ട്ര നേതൃത്വവും സാമാജിക അംഗങ്ങളും കലാകാരന്മാരും ധർമ്മം മറക്കുമ്പോൾ അരുത് എന്ന് പറയാനുള്ള വാളോങ്ങണ്ടെടുത്ത് വാളോങ്ങണം. വാസ്തവത്തിൽ അനുവാചകന്മാർ, സാഹിത്യ ആസ്വാദകന്മാരായിട്ടുള്ള കലാ ആസ്വാദകരായ ഒരു കൂട്ടം ആളുകളുടെ ശക്തമായ പ്രതികരണമാണ് ഒരു തിയേറ്ററിന് മുമ്പിലും സമരം ചെയ്യാതെ. എമ്പുരാൻ പ്രദർശിപ്പിക്കില്ല എന്ന് കേരള സ്റ്റോറിയോ പുഴ മുതൽ പുഴ വരെയോ സിനിമ ഇറങ്ങിയപ്പോൾ സമരം ചെയ്തതുപോലെ ഒരു തിയേറ്ററിൽ ചെന്ന് സമരം ചെയ്യാതെ സ്വയം പിൻവാങ്ങിയെങ്കിൽ ശക്തമായ ആസ്വാദകരുടെ പ്രതികരണം യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള തിരുത്തൽ ശക്തികൾക്ക് നേതൃത്വം നൽകുവാൻ പാഞ്ചജന്യം പോലെയുള്ള നമ്മുടെ സംഘടനകൾ അരുത് എന്ന് പറയാനും ഇതിലെ എന്ന് പറയാനുമുള്ള മാർഗദർശനം നൽകാൻ നമുക്ക് കഴിയും. നമുക്കൊരു പക്ഷേ തിയേറ്റർ അടയ്ക്കാനോ കല്ലെറിയാനോ തീ വയ്ക്കാനോ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇത്തരം ശക്തമായ പ്രതികരണങ്ങൾ നേരത്തെ ഇവിടെ നമ്മുടെ ഒരു സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഇത് ജനങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ ഈ പ്രഭാഷണങ്ങൾ ഇപ്പൊ സഞ്ജയ്ജി സൂചിപ്പിച്ച വാസ്തവത്തിൽ കലയെക്കുറിച്ചുള്ള നല്ലൊരു ആസ്വാദനവും മീമാംസയുമാണ് ഇവിടെ നടന്നത്. നമുക്ക് വിമർശനമല്ല. ഇപ്പൊ ക്രിറ്റിസിസം, അത് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവായുള്ള അർത്ഥത്തിലാണ്, മറ്റേ അല്ല. കാളിദാസന്റെയും നമ്മുടെ മഹാഭാരതവും രാമായണവും ശാകുന്തളവും ഭാസനാടക ചക്രവും ഒക്കെ വ്യാഖ്യാതാക്കന്മാർ വ്യാഖ്യാനിച്ചപ്പോഴാണ് അവർക്ക് ശാശ്വത പ്രതിഷ്ഠ. വ്യാഖ്യാത വേത്തി ന കവി എന്നാണ്. കവി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ജനം അതറിയുന്നത്. നല്ല വ്യാഖ്യാതാക്കന്മാരായി നമ്മളെ പോലുള്ള ആളുകൾ നമ്മുടെ സംഘടനയിലുള്ളത് പോലെയുള്ള ധാരാളം സംഘടനകളുണ്ട്. കേരളത്തിൽ തപസ്യ പോലുള്ള സംഘടനകളുണ്ട്, ഭാരതീയ വിചാരകേന്ദ്രം പോലുള്ള സംഘടനകളുണ്ട്. ഇത്തരം സംഘടനകൾ സ്വയം ധർമ്മം അനുഷ്ഠിക്കുകയും ആസ്വാദകന്മാർ പ്രതികരിക്കുകയും രാഷ്ട്ര നേതൃത്വം വാളെടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ ദുഷിച്ച പ്രവണത കലാകാരന്മാരിൽ നിന്ന് മാറുകയുള്ളൂ. നല്ല കലാകാരന്മാർ ഇന്നുമുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും ഈ ചർച്ച തുടരേണ്ടതാണ്. കാരണം നമുക്ക് എത്രയും അധികമായെന്ന് തോന്നുന്നില്ല. നമുക്ക് മംഗളാചരണത്തോടുകൂടി അവസാനിപ്പിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഓ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.